കർത്താവിൻ്റെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് സമകാലികരായി ദൈവവചനം പഠിക്കാനായിട്ടുള്ള അവസരം ആമേ കർത്താവ് നൽകി. പല സന്ദർഭങ്ങളിൽ തിരുവനന്തപുരത്ത് പോയി ശുശ്രൂഷിപ്പാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പാസ്റ്റർ ഞാൻ ശുശ്രൂഷിച്ച കൊല്ലത്ത് വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന്, വ്യക്തിപരമായി ദൈവം ഇടപെടേണ്ടതിന് വീഡിയോയിൽ കടന്നു വന്നാൽ അത് അനുഗ്രഹമായിരിക്കും. വരാൻ പറ്റുന്നവർക്കെല്ലാം വീഡിയോയിൽ വരാവുന്നതാണ്. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. 11:05 വരെ പാസ്റ്റർ ശുശ്രൂഷിക്കാൻ 1 hour എടുക്കാം. 5 മിനിറ്റ് കൂടിപ്പോയി. സ്തോത്രം പ്രാർത്ഥിച്ചു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ച്, രാത്രി എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ചില രാജ്യങ്ങളിൽ പകലാണ്, എങ്കിലും ഇവിടുത്തെ രാത്രി ആയതുകൊണ്ട് ഞാൻ രാത്രി എന്ന് ഉദ്ദേശിച്ചതാണ്, പറഞ്ഞതാണ്. സ്തോത്രം. എല്ലാവർക്കും ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ ഈ മഹത്വമുള്ള ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കൾക്കും, കർത്താവിൻ്റെ ദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. സ്തോത്രം. ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ ആത്മാർത്ഥമായ ഒരു സ്നേഹിതൻ പാസ്റ്റർ ജോസ് പി തേവലക്കര എന്ന പേരിൽ പ്രസിദ്ധനായ കർത്താവിൻ്റെ ദാസൻ, എൻ്റെ സീനിയറായി ബഥേൽ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ഞാൻ 94-ലാണ് ബഥേൽ ബൈബിൾ കോളേജിൽ പോകുന്നത്. അദ്ദേഹം എൻ്റെ 2 വർഷത്തിന് മുമ്പേ സീനിയറായി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസനായിരുന്നു. 2 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് ആ കോളേജിൽ പഠിക്കാനും, അതുമാത്രമല്ല ആ കർത്താവിൻ്റെ ദാസൻ എൻ്റെ പ്രാരംഭ കാലങ്ങളിൽ, ശുശ്രൂഷയിൽ ഇറങ്ങുന്ന ആദ്യ നാളുകളിൽ അദ്ദേഹം ശുശ്രൂഷിക്കുന്ന കൊല്ലം, തങ്കശ്ശേരി, അതുപോലെ കക്കോട്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ എന്നെ ക്ഷണിക്കുകയും വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ എനിക്ക് തരികയും എന്നെ വളർത്തിക്കൊണ്ടുവരുവാൻ വളരെ ആത്മാർത്ഥത കാണിച്ച ഒരു ആത്മാർത്ഥ സ്നേഹിതനാണ് പാസ്റ്റർ ജോസ് തേവലക്കര എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് ഈ മീറ്റിങ്ങിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോഴും ഇതൊന്നും നേരത്തെ പ്ലാൻ ചെയ്തതല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം എന്നെ ഇന്ന് രാവിലെ ക്ഷണിക്കുമ്പോൾ, ഈ കാര്യം പറയുമ്പോൾ, സ്തോത്രം, ഞാൻ അദ്ദേഹത്തിൻ്റെ പഴയ കാലം, ഞങ്ങളുടെ പഴയ കാലങ്ങളൊക്കെ കുറെ കൂടെ വീണ്ടും അയവിറക്കാൻ ദൈവം ഇടയാക്കി. സ്തോത്രം. ഈ ശുശ്രൂഷയിൽ എന്നെ ക്ഷണിച്ചതിൽ കർത്താവിൻ്റെ ദാസനോടുള്ള പ്രത്യേക നന്ദിയും വന്ദനവും ഞാൻ അറിയിക്കുന്നു. ശുശ്രൂഷ എപ്പോഴും എനിക്ക് ഇതൊരു പദവി പോലെ ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ്. യേശുവിനെ ശുശ്രൂഷിക്കാൻ, കർത്താവിനെ ശുശ്രൂഷിക്കാൻ, ദൈവത്തിൻ്റെ വചനം ഉരുവിടാൻ, മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ജീവിതത്തിൽ വലിയൊരു പദവി പോലെ ഭാഗ്യമായി കണ്ടുകൊണ്ടാണ് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 1-2 എൻ്റെ ആരംഭ അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ വചനത്തിലേക്ക് കടക്കാം. കർത്താവിന് സ്തോത്രം. നിങ്ങൾ ഇത് കർത്താവിൻ്റെ ദാസന്മാർ പലരുണ്ട്, ദൈവദാസിമാർ, നിങ്ങളെല്ലാവരെയും കർത്താവ് ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. ഞാൻ രക്ഷിക്കപ്പെടുന്നത് 1990-ലാണ്. ഒരു ഒക്ടോബർ മാസത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. തിരുവല്ല എന്ന് പറയുന്ന സെൻട്രൽ തിരുവിതാംകൂറിൽ മല്ലപ്പള്ളിക്കടുത്ത് ഐക്യരപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് തങ്കച്ചായൻ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വെച്ചാണ് ഞാൻ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു ഭവന ആരാധനയിൽ വെച്ചാണ് യഥാർത്ഥത്തിൽ ഞാൻ യേശുവിനെ രക്ഷകൻ കർത്താവുമായി ഒക്കെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത്. സ്തോത്രം. മാത്രമല്ല, അന്ന് എനിക്കൊരു ദർശനം കർത്താവ് എനിക്ക് തന്നു. ആ ദർശനമാണ് എന്നെ മാറ്റിയത്. എൻ്റെ പേര് പറഞ്ഞതുപോലെ മധു എന്നാണ്. എൻ്റെ അപ്പൻ്റെ പേര് സോമശേഖരൻ എന്നാണ്. അമ്മയുടെ പേര് പങ്കജാക്ഷി എന്നാണ്. അപ്പനും അമ്മയും ഹൈന്ദവ ചുറ്റുപാടിൽ ഉള്ളവരായിരുന്നു. അവരവിടെ നിന്ന് ഞങ്ങളുടെയൊക്കെ കുഞ്ഞു പ്രായത്തിലെ അവര് ക്രിസ്തുവിലുള്ള വിശ്വാസം അവരുടെ ഉള്ളിൽ വന്നിട്ട് അടുത്തുള്ള CSI പള്ളിയിൽ
യേശുവിനെ ആരാധിക്കുകയും അല്ലെങ്കിൽ അവിടെ കടന്നുപോയി അവിടുത്തെ കൂട്ടായ്മകളിലൊക്കെ പങ്കുചേർന്നായിരുന്നു വന്നത്. അങ്ങനെ എനിക്ക് അപ്പനും അമ്മയ്ക്ക് 5 ആൺമക്കളാണ്. അതിൽ 4ാമനായിട്ടാണ് ഞാൻ ജനിച്ചത്. അങ്ങനെ കൊച്ചു പ്രായത്തിൽ CSI പള്ളിയിൽ പോയി സൺഡേ സ്കൂളൊക്കെ പഠിച്ചൊക്കെ വന്നു. പക്ഷെ യേശു ക്രിസ്തുവായിട്ട് എനിക്ക് യാതൊരു ബന്ധവും എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം 1990 ഞാൻ യേശുവിനെ യഥാർത്ഥത്തിൽ കണ്ടുവന്നു. ഒക്ടോബർ മാസം 25-ാം തീയതി. സ്തോത്രം. ഒരു അനുഭവം, ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് എങ്ങനെ തിരുവല്ലയിൽ പോയെന്നൊക്കെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. കാര്യം എൻ്റെ 2 ജ്യേഷ്ഠന്മാർ തിരുവല്ലയില് വള്ളംകുളം, അവിടെ കവിയൂര്, അതുപോലെ കലൂപ്പാറ, ഇരവിപ്പേരൂര്, പുറമറ്റം, ഇങ്ങനെ മലപ്പള്ളി ഭാഗങ്ങളിലൊക്കെ എൻ്റെ 2 സഹോദരന്മാർ അവിടെ ഈ കോൺട്രാക്ട് പണികളൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരു ആൾക്കാരായിരുന്നു മൂത്ത എൻ്റെ ജ്യേഷ്ഠൻ്റെ. അപ്പോൾ എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ നാട്ടിൽ നിന്ന് അവിടെ പോയപ്പോൾ എൻ്റെ എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ 3ാമത്തെ ജ്യേഷ്ഠനാണ്. അപ്പോൾ ആ ജ്യേഷ്ഠൻ യേശുവിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടെന്നും മാനസാന്തരപ്പെട്ടെന്നൊക്കെ ആദ്യം ഞാൻ കേൾക്കുന്ന അവിടെയാണ്. അങ്ങനെയാണ് അവൻ അവിടെ പോയി ഒരു പെന്തക്കോസ്റ്റ് ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡ് എന്ന് പറയുന്ന ഒരു സഭയിലെ ആരാധനയ്ക്ക് പോയി അവന് രക്ഷിക്കപ്പെട്ടു എന്ന്. അപ്പോൾ ഞാൻ ഈ ജ്യേഷ്ഠനെ കാണാൻ പോകുന്ന സമയത്ത് ഈ ജ്യേഷ്ഠൻ എന്നെ ഉപദേശിക്കുകയാണ്. നീ യേശുവിനെ നമ്മൾ അറിഞ്ഞതുപോലെയും കണ്ടതുപോലെയൊന്നും അല്ല. നമ്മൾ ഈ CSI പള്ളിയിൽ പോകുന്നു ശരിയാ, പക്ഷെ നമ്മൾ രക്ഷിക്കപ്പെടണം, നമ്മൾ സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവ് പ്രാപിക്കണം, ഇങ്ങനെയൊക്കെ എന്നെ ഉപദേശിക്കുക എൻ്റെ ജ്യേഷ്ഠൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന് ആള് മാറി, വ്യത്യാസമുണ്ട്. എപ്പോഴും യേശുവിനെ കുറിച്ചാണ് ഇവൻ പറയുന്നതല്ല. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ ഉപദേശിച്ച് എപ്പോഴും വന്നപ്പോ ഞാൻ പറഞ്ഞു, ആ ദൈവം എന്നോട് ഇടപെടട്ടെ. അപ്പൊ ഞാന് പറയുന്നത് കേട്ടൊന്നും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജ്യേഷ്ഠൻ കൊണ്ടുപോയിട്ട് ഒരു സൺഡേ ആരാധനയിൽ ആദ്യം പങ്കെടുപ്പിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോ അവിടെ ഉള്ളവർക്കെല്ലാം സന്തോഷം. ഞാൻ അവിടെ ചെന്നപ്പോ അവരെല്ലാം എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുക. അപ്പൊ അന്ന് എടത്വയിൽ നിന്ന് അന്ന് ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു, ഗസ്റ്റായിട്ട് ദൈവദാസൻ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഇരുന്നു. അപ്പൊ കുര്യൻ തോമസ് എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററാണ് അന്ന് അവിടെ ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹം അപ്പോൾ രക്ഷിക്കപ്പെടാനുള്ളവരെ കൈ ഉയർത്താൻ പറയുക. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ പിറകിരുന്ന എൻ്റെ ജ്യേഷ്ഠന്, എൻ്റെ ബന്ധുവിലൊരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരൻ എന്നെ ഇങ്ങനെ പിറകെ തട്ടിയിട്ട് പറഞ്ഞ് കൈ ഉയർത്താൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികം എൻ്റെ ചിന്ത പെന്തക്കോസ്ത് സഭയിൽ പോയാൽ അവസാനം കൈ ഉയർത്തണം, അതാണ് അവിടുത്തെ ഒരു രീതിയാണെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കൈ ഉയർത്തി. അപ്പോൾ എല്ലാവരും എന്നിലേക്ക് തിരിഞ്ഞ് യേശുവിനേതാ ഈ സഹോദരൻ രക്ഷകനായി സ്വീകരിച്ചെന്നും പറഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് കുറച്ച് ഇതൊക്കെ ഞാൻ അങ്ങ് ചൊല്ലി. കാരണം രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയില്ല. ഞാൻ ഇതെല്ലാം അങ്ങ് പറഞ്ഞ് വെളിയിൽ ആരാധനയെല്ലാം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോൾ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് എന്നോട് പറയാ, നീ ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, ഇന്ന് മുതൽ നീ ഇനി പഴയതുപോലെ ജീവിക്കാൻ പറ്റില്ല, നീ ഇനി ഒരു പുതിയ മനുഷ്യനായി ജീവിക്കണം. എന്നെ അങ്ങ് വിരട്ടുക. ഞാനങ്ങ് പേടിച്ചു പോയി. ഇതെന്തോ കഷ്ടം, ദൈവമേ, ഞാനങ്ങനെ പറഞ്ഞു പോയി, ഇനി ഞാൻ എന്തോ ചെയ്യും? എനിക്കൊരു വല്ലായ്മ. സ്തോത്രം. പ്രിയമുള്ളവരെ, തിങ്കളാഴ്ച കടന്നുപോയി, ചൊവ്വാഴ്ച കടന്നുപോയി, പിന്നെ അടുത്തൊരു ബുധനാഴ്ച വ്യാഴാഴ്ച അവിടെ ഒരു ഭവനാരാധനയുണ്ട്. അത് ജോണിച്ചാന്റെ ഭവനത്തിൽ, ജോണിക്കുട്ടി എന്ന അദ്ദേഹത്തിന്റെ തങ്കച്ചായന്റെ മകന്റെ പേരാണ് ജോണിക്കുട്ടി. അദ്ദേഹം ഇന്ന് ന്യൂ ഇന്ത്യ ചർച്ചുകളുടെ ഒരു പാസ്റ്ററാണ്. തങ്കച്ചായന്റെ ആ വീട്ടിൽ വെച്ചുള്ള പ്രാർത്ഥനയിൽ എന്നെ കൊണ്ടുപോകണം. ഒരു കോട്ടേജ് പ്രാർത്ഥനയാണ്. അവിടെ ചെന്ന് എല്ലാവരും കൈയടിക്കുന്നു, സ്തോത്രം പറയുന്നു, പാടുന്നു, അന്യഭാഷയൊക്കെ പറയും. ഞാന് ഈ CSI പോകുന്നതല്ലേ ഇന്നൊക്കെ CSIയിലെ കുറച്ചൊക്കെ മാറ്റമൊക്കെ വന്നു. എങ്കിലും അന്ന് ഞാൻ കൈയടിക്കാതെയും, സ്തോത്രം 90-ലല്ലേ, 36 വർഷമായി. അപ്പോ ഞാനിങ്ങനെ മൗനമായിരിക്കുക. അന്ന് എനിക്ക് 18-19 വയസ്സ് പ്രായമേ ഉള്ളൂ.
ഞാനും ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ മൗനമായി ഇരിക്കുക. ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ മതിക്കുക, രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടു. പക്ഷെ എനിക്ക് ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ഭയം. യഥാർത്ഥത്തിൽ എന്തോ ആണ് ഇത് ശരിയാണോ, ഇവർ പറയുന്നതൊക്കെ ശരിയാണോ? മുൻപൊക്കെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അടുത്തൊക്കെ പാസ്റ്റർമാരൊക്കെ വന്നിങ്ങനെ സുവിശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ചെവി കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ഒരു അനുഭവം കിട്ടിയപ്പോ ഈ ഇങ്ങനെ എന്നോട് വാദിക്കുക, ഞാന് ഇങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു, ഞാൻ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക? എൻ്റെ സ്വഭാവങ്ങൾക്കൊന്നും മാറ്റം വരുന്നില്ല, ചിന്തകൾക്കൊന്നും മാറ്റമില്ല. അപ്പൊ ഞാന് അന്നത്തെ പ്രാർത്ഥനയിൽ അവിടെ മൗനമായിരുന്നിട്ട് ദൈവസന്നിധിയിൽ ഇതെല്ലാം കേട്ടുകൊണ്ട്, അന്ന് ഇടത്തു നിന്ന് ഒരു വർഗീസ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ അവിടെ ശുശ്രൂഷിക്കാൻ വന്നു. ഈ ദൈവദാസൻ പ്രസംഗിച്ചിട്ട് ഒടുവിൽ പറഞ്ഞു, ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ ദൈവശക്തി പ്രാപിക്കാൻ പോവുക, ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ ദർശനങ്ങൾ കാണാൻ പോവുക, പുതുഭാഷ പ്രാപിക്കാൻ പോവുക, എല്ലാവരും കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് പാടി എല്ലാവരും കൈയടിച്ച് ആത്മാനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന സമയം എൻ്റെ മനസ്സിൽ കൂടെ പല ചിന്തകൾ കടന്നുപോയി. ഞായറാഴ്ച മുതൽ ഒരു വലിയ സമ്മർദ്ദം എൻ്റെ ഉള്ളിൽ കിടക്കുക. എന്താണ്, എനിക്ക് ദൈവമായിട്ട് ഒരു ബന്ധവും എനിക്ക് ഒരു അനുഭവം കിട്ടിയില്ല. ഞാൻ എങ്ങനെയാണ് ഇവർ പറയുന്ന വാക്ക് കേട്ട് ഞാൻ എങ്ങനെ ജീവിക്കും? എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, പ്രിയമുള്ളവരെ, ഞാൻ അന്ന് തുറന്ന് ദൈവത്തോട് വാവുണ്ടൊന്നും പറഞ്ഞില്ല, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ നിന്ന് ഞാൻ ദൈവത്തോട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിങ്ങനെയാണ്. ഒന്ന്, കർത്താവേ, അങ്ങ് യഥാർത്ഥ സത്യമായ ഒരു ദൈവമാണെങ്കിൽ, ഇവർ ഈ പറയുന്ന അന്യഭാഷയും ആത്മാവും ഈ പരിശുദ്ധാത്മാന്നൊക്കെ പറയുന്ന സത്യമാണെങ്കിൽ, ഒരു ദൈവം ജീവിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ആ സത്യ ദൈവം എനിക്കൊന്ന് വെളിപ്പെടുത്തി കിട്ടണം. അങ്ങനെ എനിക്ക് കിട്ടിയാൽ ഞാൻ എൻ്റെ പാപ വഴികളെയൊക്കെ ഞാൻ വിട്ടിട്ട് ഈ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിച്ചോളാം. ഇതാണ് എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ഒരു അങ്ങോട്ട് എനിക്ക് ദൈവത്തോട് പറയാനുള്ളത്. എനിക്കൊരു അനുഭവം തന്നാൽ, ദൈവത്തിൽ നിന്ന് എനിക്കൊരു അനുഭവം തന്നാൽ, ഞാൻ ഇന്നു മുതൽ ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കാം. പ്രിയമുള്ളവർ, ഞാൻ ഇത്രയും ചിന്തിച്ചത് എനിക്കറിയാം. ഞാൻ ഇത്രയും ചിന്തിച്ച അതേ സമയത്ത് തന്നെ എൻ്റെ മേൽ ഒരു അത്യന്തവും ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നതും, എന്നെ ആരോ ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും പോലെ തോന്നി. ആരാധനയുടെ മധ്യയാണ്, എല്ലാവരും കൈയടിക്കുന്നു, ആരാധിക്കുന്നു, ഇതെല്ലാം. പക്ഷെ ഞാൻ ഒന്നും ചെയ്യാതെ ഈ ചിന്ത മാത്രം എന്നിൽ വന്നേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ നിയന്ത്രണങ്ങളെല്ലാം പോയി. ഞാൻ വേറൊരു മണ്ഡലത്തിലോട്ട് എനിക്ക് മനസ്സിലായി, എന്തോ ഒരു ദൈവപ്രവൃത്തി നടക്കുകയാണ് എന്നിൽ. ആ ശക്തി എന്നിൽ വ്യാപരിച്ചതോടെ പിന്നെ ഞാൻ എൻ്റെ പരിസരം, ഞാൻ ആരെന്നുള്ള ആ അവസ്ഥയൊക്കെ ഞാൻ കളഞ്ഞു. ഞാൻ മസിൽ പിടിച്ചിരുന്നു, കൈയടിക്കാതിരുന്നു, സ്തോത്രം പറയാതിരുന്ന ഞാൻ ഈ അനുഭവം കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെന്തോ ദൈവപ്രവൃത്തിയാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചതിന് ദൈവം എനിക്കൊരു അനുഭവം തരികയാണ്. അതുപോലെ പാസ്റ്റർ നേരത്തെ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഒരു ശക്തി പ്രാപിക്കും, ദർശനം കാണുമെന്നൊക്കെ പറഞ്ഞു. അത് എനിക്കിതാ കിട്ടുകയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, അന്ന് രാത്രി എനിക്ക് കണ്ണടച്ചു. എനിക്ക് പിന്നെ എൻ്റെ നിയന്ത്രണങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സിനിമയൊക്കെ ഇഷ്ടംപോലെ കണ്ടു നടന്ന മനുഷ്യനാണ്. ആ സമയം എൻ്റെ മുമ്പിൽ സിനിമ കാണുന്നത് പോലെ ചില ദർശനങ്ങൾ എന്നെ ദൈവം കാണിക്കുകയാണ്. അത് ഒന്നാമത്തെ ദർശനം, 3 ദർശനം എന്നെ കാണിച്ചു. അതിൽ ഒന്നാമത്തെ ദർശനം, യേശു ക്രിസ്തു ഒരു ഭാരമുള്ള ക്രൂശുമായി വീണു എഴുന്നേറ്റ് പോകുന്നു. യേശുവിന്റെ ശരീരത്തിൽ കൂടെ രക്തം ഒഴുകുന്നു. ഞാൻ കാണുകയാണ് യേശു ഇങ്ങനെ വീണു എഴുന്നേറ്റ് പോകുന്നത് ഒരു കാഴ്ച. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് യേശുവാണ്. ഞാൻ അറിയാതെ സ്തോത്രം ഹല്ലേലൂയ എന്ന് പറയാൻ തുടങ്ങി. സ്തോത്രം. എൻ്റെ മുമ്പിലിരിക്കുന്നവരാരും പിന്നെ എനിക്ക് വിഷയമല്ല. ഞാൻ ദൈവത്തെ ദർശനം കാണുകയാണ്. ദൈവം എനിക്ക് അനുഭവം തരിക. അപ്പോൾ ഞാൻ ഹല്ലേലൂയ എന്ന് അത്യുച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. അത് പെട്ടെന്ന് ആ കാഴ്ച രണ്ടാമത് എന്നെ കാണിച്ചു. ഒരു കോടതിയാണ്, ജഡ്ജി ഇരിക്കുന്നു, കുറെ വക്കീലന്മാരൊക്കെ നിൽക്കുന്നു. എനിക്കൊരു കാര്യം പിടിയിട്ടില്ല, ഇതൊക്കെ എന്താണ് എന്നെ ഇങ്ങനെ കാണിക്കുന്നത്? ഈ ദർശനത്തിന്റെ പൊരുളുകളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ദർശനം കാണുക, എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത് എന്നെ കാണിച്ചത് ഒരു തേജോമനായ മനുഷ്യർ സിംഹാസനത്തിന് ഒരു വയോവൃദ്ധൻ. ഹല്ലേലൂയ. ഈ കഴുത്ത് മുതൽ താഴെ
കാലറ്റം വരെ ഒരു അങ്കി ധരിച്ച് വയോവൃദ്ധനായ ഒരുവൻ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇടത്തും വലത്തുമായി 2 കെരൂബുകൾ, സ്വർണ്ണ നിറത്തിലുള്ള 2 കെരൂബുകൾ ചിറക് വിടർത്തി പറന്നു നിൽക്കുന്ന കാഴ്ച കാണാൻ ഇടവരും. ദൈവമക്കളെ, ഈ കാഴ്ച ഞാൻ കാണുകയും ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇപ്പോൾ ഞാനത് പറയുമ്പോ ഹല്ലേലൂയ, 36 വർഷത്തിന് മുമ്പ് കർത്താവ് എനിക്ക് ഇടപെട്ടു പോകുന്നു. ആ ദർശനം കാണുകയും എന്റെ പഴയ മനുഷ്യൻ, എന്റെ സ്വഭാവം, എന്റെ ജീവിതം മുഴുവനും, എന്റെ ചിന്താഗതികളെല്ലാം എന്നിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാനൊരു പുതിയ മനുഷ്യനാണ്. എന്റെ ചിന്താഗതികൾക്ക് മാറ്റം വന്നു. എന്റെ മനസ്സ് വേറൊരു തലത്തിലോട്ട് മാറി. ആള് മാറിയനെ പോലെ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാനായി. എനിക്ക് അന്നൊരു കാര്യം മനസ്സിലായി. ലോകത്തിൽ സകല മനുഷ്യനപ്പുറത്ത് ദൈവമില്ലെന്ന് പറഞ്ഞ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് നമ്മുടെ കർത്താവാണെന്നുള്ള വിശ്വാസം എനിക്ക് അന്ന് രാത്രി ദൈവം എനിക്ക് തന്നു. ഈ 36 വർഷം ഞാൻ എൻ്റെ കർത്താവിനെ പിൻപറ്റുന്നു. നന്മയല്ലാതൊരു തിന്മയും കർത്താവ് ചെയ്തിട്ടില്ല. ഇന്ന് ദൈവം എന്നെ നടത്തുന്നു. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജ്യേഷ്ഠന് കിട്ടാത്ത അനുഭവമാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ വീട്ടിലേക്ക്, നാട്ടിലേക്ക് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നു. എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ CSI പള്ളിയിലാണ് പോകുന്നത്. ഞാൻ നാട്ടിൽ വന്നു. എനിക്ക് എൻ്റെ ചിന്തകളൊന്നും ലോകവുമായിട്ട് പിന്നെ ഒരു ബന്ധവുമില്ല. ഞാൻ എന്തോ ഒരു വലയത്തിനകത്ത് ഞാൻ അങ്ങ് മൂടപ്പെട്ടു. എൻ്റെ ചിന്തകൾ എപ്പോഴും ദൈവികവും സ്വർഗീയവും, ദൂതന്മാരിങ്ങനെ വേറെ ഒരു മണ്ഡലം എനിക്ക് എൻ്റെ ജീവിതത്തിലില്ല. ദൈവമക്കളെ, ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചവനാണ് കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട് ഒരു കഷ്ടത വന്നപ്പോ കർത്താവിനെ വിളിച്ചിറങ്ങിയവനല്ല. യഥാർത്ഥത്തിൽ ജീവിക്കുന്ന കർത്താവ് എനിക്ക് വെളിപ്പെട്ടപ്പോൾ, അനുഭവം തന്നപ്പോൾ, അനുഭവം എന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തെ, സ്വഭാവത്തെ മാറ്റി ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി എന്ന് പറയുന്ന എൻ്റെ ജീവിതം മാത്രം മതി. എനിക്ക് ലോകത്തിൽ ആരുടെ അനുഭവങ്ങൾ എനിക്ക് ആവശ്യമില്ല. എന്നെ രൂപാന്തരപ്പെടുത്തി എന്നെ മാറ്റിയ കർത്താവിന് ലോകത്തിലേതും മനുഷ്യനെ മാറ്റാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ സംസാരത്തിലും എൻ്റെ ഇടപെടലിലും എൻ്റെ ജീവിതം മൊത്തം എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും കണ്ടപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഇവൻ എന്തോ സംഭവിച്ചു, ഇവൻ ആള് മാറി, ഇവൻ പഴയ മനുഷ്യരല്ല. പ്രിയമുള്ളവരെ, ഏകദേശം 2 വർഷത്തോളം എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ എന്നെ വീക്ഷിച്ചു. അവർക്ക് മനസ്സിലായി ഇത് ദൈവം അവനെ സന്ദർശിച്ചതാണ്. എനിക്ക് ദൈവത്തിന്റെ വേലയ്ക്ക് വിളിയുണ്ടോ, സുവിശേഷ വേലയ്ക്ക് വിളിയുണ്ടോ, തെരഞ്ഞെടുപ്പ്, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എൻ്റെ യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തണം. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, യേശു മാത്രമാണ് കർത്താവ്. ആ വെളിപ്പാട് എനിക്ക് ദൈവം തന്നു. സ്തോത്രം. അങ്ങനെ ദൈവവചനം പിന്നെ വായിക്കാൻ തുടങ്ങി. വായിക്കുമ്പോഴുള്ള ദൈവവചനം എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഹൃദയസ്ഥമാക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. അങ്ങനെ ദൈവവചനം പഠിക്കണമെന്നൊക്കെ ഞാൻ അന്ന് പ്രാവശ്യമ്പല അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ ഞാൻ തുടർന്ന് പോയി. ആദ്യം ഈ അനുഭവം കിട്ടിയിട്ട് വീണ്ടും നാട്ടിൽ ചെന്ന് ഒരു CSI തന്നെ പോയെങ്കിലും അവിടെ ചെന്നിട്ട് എനിക്ക് കിട്ടിയ ആത്മീയ സന്തോഷം എല്ലാവരോടും പറയണമെന്നൊക്കെ വിചാരിച്ചാ പോയത്. പക്ഷെ ഞാൻ അവിടെ പറഞ്ഞ സ്വോത്രം അല്ലേരിയൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ അവിടെ നിന്ന് എനിക്ക് സ്വതന്ത്രമായി ആരാധിക്കണമെന്ന് തോന്നിയപ്പോൾ അങ്ങനെ ആരാധിക്കുന്ന ഒരു സ്ഥലം പ്രാവശ്യബലത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ്. അന്ന് ഞങ്ങളുടെ പഞ്ചായത്തിലൊന്നും പെന്തക്കോസ്ത് സഭകളൊന്നും ഇല്ല. സ്തോത്രം. 3 കിലോമീറ്റർ നടന്നുപോയി സ്തോത്രം പ്രാവശ്യമ്പല AG ചർച്ചിൽ ഒരു അംഗം ആയി അവിടെ പോയി അവിടെ ആരാധനയിൽ പങ്കുചേർന്നു. എനിക്ക് ആത്മീയ സന്തോഷം അവിടെ ദൈവം തന്നു. കൂട്ടായ്മകൾ സജീവമായി. ഒരു ദിവസം പോലും ആരാധന മുടക്കുന്ന എനിക്ക് ഇഷ്ടമില്ല. എവിടെ ഈ മത്സ്യം നമ്മൾ വെള്ളത്തിൽ നിന്ന് കരയെ പിടിച്ചിട്ടാൽ
എങ്ങനെ പിടയ്ക്ക് ഇതുപോലെ ഒരു ദിവസം ഒരു ആരാധന കിട്ടിയില്ലെങ്കിൽ, ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ എനിക്കൊരു വെപ്രാളമാണ്. സ്തോത്രം. അങ്ങനെ കർത്താവുമായുള്ള ആ കൂട്ടായ്മയിൽ നിൽക്കാനും തുടർന്ന് അവിടുത്തെ സോളമൻ ഡേവിഡ് എന്നാണ് കർത്താവിന്റെ ദാസന്റെ പേര്. എൻ്റെ പാസ്റ്റർ കൊല്ലംകാരനായിരുന്നു. കർത്താവിന്റെ ദാസൻ എനിക്കൊരു ദൈവ വേലയ്ക്ക് വിളിയുണ്ടെന്ന്, അല്ലെങ്കിൽ വരുന്ന പ്രവാചകന്മാരെ ഞാൻ എവിടെ ഇരുന്നാലും ആദ്യം എൻ്റെ തലയെ കൈവച്ചിട്ട് ദൈവത്തിന്റെ വേലയ്ക്ക് വിളിയുള്ളവരാണ്, നിന്നെ അനേക രാജ്യങ്ങളിൽ അനേക ഭാഷക്കാരുടെ ഇടയിൽ നിന്നെ ഞാൻ അയക്കും എന്നൊക്കെ ഉള്ള ദൈവിക ദൂതുകളും ഇങ്ങനെയൊക്കെ ദൈവദാസന്മാരുടെ കൂടെയൊക്കെ ഇങ്ങനെ തരുമായിരുന്നു. എൻ്റെ പാസ്റ്റർക്കും നല്ല വെളിപ്പാടുള്ള കാഴ്ചപ്പാടുള്ള ഒരു ദൈവദാസനായിരുന്നു. കർത്താവിന്റെ ദാസൻ എന്നെ ബൈബിൾ കോളേജിൽ അയച്ചു. സ്തോത്രം. അങ്ങനെ ഞാൻ ആദ്യ 91 ഞാൻ ഷാരോൺ ബൈബിൾ കോളേജ് തിരുവല്ലയിൽ കുറച്ച് നാൾ പഠിക്കാൻ അവിടെ പോയി. അന്ന് പാസ്റ്റർ കെ എബ്രഹാം എന്ന് പറയുന്ന അനുഗ്രഹീത കൺവെൻഷൻ ക്ലാസിന് അന്ന് അവിടെ സീനിയറായിട്ട് പഠിക്കുന്ന സമയമാണ്. ഞാൻ കുറച്ച് നാള് അവിടെ പഠിച്ചു എങ്കിലും എനിക്ക് അവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നാട്ടിലേക്ക് വന്നു. കുറച്ച് ദിവസം നിന്നപ്പോൾ എൻ്റെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, എന്തായാലും ഞാൻ ബൈബിൾ കോളേജ് പോകണം, പഠിക്കണമെന്ന് പറഞ്ഞ് എന്നെ ബെഥേൽ ബൈബിൾ കോളേജിൽ പുനലൂരുള്ള അവിടെ അഡ്മിഷൻ എടുത്തു തന്നു. അവിടെ പോയി 3 വർഷം ദൈവദിനം പഠിക്കാൻ. അങ്ങനെയാണ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസ് ജി തേവലക്കരയെ പരിചയപ്പെടുന്നത്. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ഇതൊക്കെയാണ് എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. തുടർന്ന് എൻ്റെ അമ്മയപ്പനും സഹോദരന്മാരൊക്കെ രക്ഷിക്കപ്പെട്ടു കേട്ടോ. അവരെല്ലാവരും, എൻ്റെ സഹോദരങ്ങളെല്ലാവരും സ്നാനപ്പെട്ടു. ഇന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലെ അംഗങ്ങളായി അവർ ദൈവത്തെ അവിടെയാക്കി ആരാധിക്കുന്നു. സ്തോത്രം. എൻ്റെ അമ്മ മരിച്ചു, പപ്പയുണ്ട്. സ്തോത്രം. എനിക്ക് മൂത്ത ജ്യേഷ്ഠൻ മരിച്ചു. മറ്റു സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട്. കുടുംബങ്ങളായിട്ട് അവരൊക്കെ ആയിരിക്കുന്നു. എല്ലാവരും വിശ്വാസത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നരുവാമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രവർത്തനം 95 ഞാൻ ബഥേൽ ബൈബിൾ കോളേജിൽ 94 വരികയും ആ വെക്കേഷനിൽ പോയി പ്രവർത്തനം ആരംഭിച്ച ഇടത്താണ് ഇന്ന് ഞാൻ ശുശ്രൂഷിക്കുന്നത്. അവിടെ മാത്രമല്ല, ദൈവത്തിന്റെ വേല ദൈവം അയച്ചെടുത്തൊക്കെ നോർത്ത് ഇന്ത്യയിലോ അതുപോലെ തമിഴ്നാട്ടില് ഇങ്ങനെയുള്ള പല ഇടങ്ങളിലും വേലക്കാരെ അയക്കാനും പ്രവർത്തനത്തിന് പോകാനും അവിടെ പോയി സഹായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ദൈവവേലയ്ക്ക് ഒരു കൈത്താങ്ങലായി ദൈവം എന്നെ ഉപയോഗിക്കുന്നു. സ്തോത്രം. തിരുവനന്തപുരത്താണ് ഞാൻ താമസിക്കുന്നത്. ദൈവനെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ 98 മുതൽ പല രാജ്യങ്ങളിലെ ശുശ്രൂഷയ്ക്കൊക്കെ ദൈവം അയച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എനിക്ക് നല്ലവനാണ്. സ്തോത്രം. ലോകപ്രകാരമുള്ള നന്മ ലഭിച്ചതിനെ ഞാൻ വലുതായി കാണുന്നില്ല. എൻ്റെ കർത്താവിനേക്കാൾ വലുത് എനിക്ക് ലോകത്തിൽ ഒന്നുമില്ല. സ്തോത്രം. എൻ്റെ സമ്പത്ത് കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, സ്തോത്രം. ഇന്ന് വലിയ പ്രത്യാശയുണ്ട്. കർത്താവ് ഇന്ന് വന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ എത്തണം. അതാണ് ഏറ്റവും പ്രധാനം. ഞാനതുകൊണ്ട് എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ നെളിച്ച് കാണിക്കുന്നത് ദൈവരാജ്യത്തെയാണ്. സ്തോത്രം. അതുകൊണ്ട് എനിക്കിന്ന് രാത്രി ദൈവമക്കളോട് പങ്കുവയ്ക്കാനുള്ളതും ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മെയും അറിയുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. കാൺമീൻ, നാം ദൈവമക്കൾ. ആ പദവി ഒന്ന് ചിന്തിച്ച ദൈവമക്കളെ. സ്തോത്രം. എത്ര പേരുടെ കണ്ണുകൾ അടഞ്ഞു കിടക്കുമ്പോ നമുക്ക് ഈ ദൈവത്തെ അറിയാനുള്ള ഭാഗ്യം ദൈവം തന്നില്ലേ? സ്തോത്രം. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, നമ്മുടെയൊക്കെ സഭകളിലൊക്കെ കൂടി വന്നിരിക്കുന്ന പല വിശ്വാസികളെന്ന് പറയുന്നവർക്ക് ഈ ദൈവത്തെ കുറിച്ചുള്ള ശരിക്കുള്ള വെളിപ്പാടൊന്നും പലർക്കും കിട്ടിയിട്ടില്ല. സ്തോത്രം. ഒരു സഭ അംഗത്വമായി, ഒരു മതത്തിൽ ഭാഗമായിട്ടൊക്കെയാ പലരും കടന്നു കൂടിക്കൊണ്ടു പോകുന്നത്. ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധമൊന്നും പലർക്കും ഇല്ല, അനുഭവങ്ങളൊന്നുമില്ല. സ്തോത്രം. ഞാൻ ദൈവമക്കളോട് ഇന്ന് രാത്രി പറയുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വ്യക്തമായ ദൈവവുമായുള്ള ആ വെളിപ്പാട് നമുക്ക് ദൈവം തരും. ആ വെളിപ്പാട് നമുക്ക് കിട്ടാത്തിടത്തോളം
നമ്മുടെ ജീവിതം ശരിയാകത്തില്ല. കാരണം മര്യാദ വിട്ടുള്ള ദൈവഹിതമല്ലാത്ത ജീവിതമായിരിക്കും. ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ദൈവിക പരിജ്ഞാനം നമുക്ക് യഥാർത്ഥത്തിൽ വേണം. യേശു നമ്മുടെ ഉള്ളിൽ ജനിക്കണം, യേശു നമ്മുടെ ഉള്ളിൽ വാഴണം. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഒരു ഒരു കസേരയിട്ടിരിക്കാവുന്ന ഒരു മുറിക്ക് തുല്യമാണ് നമ്മുടെ ഹൃദയം. ആ ഹൃദയത്തിൽ ഒരു കസേരയ്ക്ക് ഇടമുണ്ട്. സ്തോത്രം. ഒരു കാലത്ത് നമ്മുടെ ഹൃദയത്തിൽ പിശാച് വന്ന് ആ കസേര ഇരുന്ന് നമ്മളെ വാഴ്ന്നു, നമ്മളെ ഭരിച്ചു, നമ്മളെ നടത്തി. അവന്റെ ഇഷ്ടങ്ങൾക്കും അവന്റെ ആഗ്രഹങ്ങൾക്കും ഒത്തുകൊണ്ടൊക്കെ നമ്മളങ്ങ് ജീവിച്ചു. പക്ഷെ ഒരു ദിവസം നമുക്ക് മനസ്സിലായി, ഞാനൊരു പാപിയാണ്. യേശുവാണ് പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്. ഈ വിശ്വാസം ഉള്ളിൽ വന്നപ്പോൾ നമ്മൾ യേശുവിന് നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുത്തു, വാതിൽ തുറന്നു കൊടുത്തിട്ട് നമ്മളെ ഭരിച്ച പാപത്തിന്റെ യജമാനെ, പിശാചിനെ നമ്മൾ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് യേശുവിനെ അവിടെ നമ്മൾ വാഴിച്ചു. സ്തോത്രം. ഇപ്പൊ നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്, നമ്മുടെ രാജാവ് എന്ന് പറയുന്നത് ആ ഹൃദയമാകുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണ്? യേശു കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. യേശു നമ്മുടെ ഉള്ളിൽ വന്നതോടെ നമ്മളിൽ മാറ്റങ്ങൾ വന്നു. നമ്മുടെ സ്വഭാവത്തിനും ജീവിതത്തിനും സംസാരത്തിനും നോട്ടത്തിനും നമ്മുടെ എല്ലാ ഇടപാടുകൾക്കും മാറ്റം. സ്തോത്രം. ആ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയിൽ വന്ന് അവന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതം കണ്ടാൽ അറിയാം, അവന്റെ സ്വഭാവം കണ്ടാൽ അറിയാം, അവന്റെ സംസാരം കേട്ടാൽ അറിയാം, അവന്റെ നോട്ടം കണ്ടാൽ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിച്ചപ്പോൾ നമ്മുടെ പഴയ പ്രകൃതം, പഴയ സ്വഭാവങ്ങൾ, പഴയ മനുഷ്യൻ നമ്മളിൽ നിന്ന് മാറിപ്പോയി. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ആരായി? ദൈവത്തിന്റെ മക്കളായി. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാനുള്ള അധികാരം ദൈവം കൊടുത്തു. അപ്പൊ നമ്മൾ ക്രിസ്തുവിലായി രക്ഷിക്കപ്പെടുമ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്ന പദവിയാണ് ദൈവ മക്കളായി. ഹലോ 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 കേൾക്കുന്നുണ്ടോ? സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് പ്രതികരിക്കണേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്ക് ഒരു ശബ്ദം വന്നതുകൊണ്ട് ഒരു ഓക്കെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോ നമ്മൾ ദൈവ മക്കളായി, അല്ലേ? നമ്മൾ ദൈവ മക്കളായി നമ്മൾ ജനിച്ചപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം. നമ്മളൊക്കെ രക്ഷിക്കപ്പെടുക, നമ്മൾ കൈ ഉയർത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ നമുക്ക് ഒരു ഇങ്ങനെ കൺവെൻഷൻ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ, ടിക്ക് ചെയ്യാം, അല്ലേ? സ്നാനപ്പെട്ടോ, നമുക്ക് അവിടെ വേണമെങ്കിൽ ടിക്ക് ചെയ്യാം. ഇങ്ങനെ ഓരോന്നിനും നമുക്ക് ടിക്ക് ചെയ്തിട്ട് നമുക്ക് പേപ്പർ കൊടുത്തിട്ട് പറയാം. പക്ഷെ ഇതൊന്നും അല്ല. നമ്മൾ രക്ഷിക്കപ്പെടുക, ദൈവമക്കളാകുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ വേറൊരു ലോകത്തിൽ പിറന്നു വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, വേറൊരു ലോകത്തിൽ, എന്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്, വേറൊരു ലോകത്തിൽ നമ്മൾ പിറന്നു വീഴുകയാണ്. അപ്പോ പിന്നെ ആ ലോകത്തിന്റെ അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത്, ശ്വസിക്കുന്നത്. നമ്മൾ പിന്നെ ചരിക്കുന്നതെല്ലാം ആ മണ്ഡലത്തിലാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് 10 മാസം 10 ദിവസം ഇങ്ങനെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ അമ്മയുടെ ആ പൊക്കിൾ കൊടിയിൽ നിന്ന് ആ കുഞ്ഞ് അമ്മയിൽ നിന്നുള്ള ഊർജം എല്ലാം സ്വീകരിച്ച് ആ കുഞ്ഞ് അവിടെ ജീവിക്കുന്നു. എന്നാൽ ആ കുഞ്ഞിനെ അമ്മ പ്രസവിക്കുമ്പോൾ, ആ കുഞ്ഞ് ലോകത്തിലേക്ക് പിറന്നു വീഴുമ്പോൾ ആദ്യം എന്താണ് സംഭവിക്കുന്നത്? ആ അമ്മയും മോനും കുഞ്ഞുമായിട്ടുള്ള ബന്ധത്തെ, ആ പൊക്കിൾ കൊടി ബന്ധത്തെ കട്ട് ചെയ്യും. എന്ന് പറഞ്ഞ കുഞ്ഞെ, ഇന്നലെ വരെ നീ വേറൊരു ലോകത്തില്, നീ അവിടുത്തെ ആ ജീവിതമാണ്, നീ അവിടെ നിന്നാണ് നീ എല്ലാം ആർജിച്ചത്, നിന്റെ ലോകം അതായിരുന്നു. എന്നാൽ ഇന്ന് നീ വേറൊരു ലോകത്തിലേക്ക് പിറന്നു വീണപ്പോൾ ഇനി നീ ആ ലോകത്തിലുള്ളതാണ് നീ എന്ത് ചെയ്യേണ്ടത്? എല്ലാം അനുഭവിക്കേണ്ടത്. സ്തോത്രം. അപ്പൊ നമ്മൾ ദൈവ മക്കളായി ദൈവഭവനത്തിൽ ജനിച്ചു വീഴുമ്പോൾ നമ്മൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് അക്ഷരീയമായി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ജനിച്ച ദിവസം
നിങ്ങൾക്ക് നിങ്ങളെ അറിയാമായിരുന്നോ? അറിയില്ല. നിങ്ങളുടെ അപ്പനായിരുന്നോ, അമ്മയായിരുന്നോ, സഹോദരങ്ങളായിരുന്നോ, അടുത്തു നിന്ന് ഡോക്ടറായിരുന്നോ, നേഴ്സായിരുന്നോ, ഒന്നും നിങ്ങൾക്കറിയില്ല. പക്ഷേ ഈ ലോകത്തിൽ നിങ്ങൾ പിറന്നു വീണപ്പോൾ ഇവരെല്ലാവരും ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷെ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു അറിവ്, മറ്റുള്ളവരെ കുറിച്ചൊരു അറിവ് നമുക്ക് കിട്ടാൻ, അല്ലെങ്കിൽ നമുക്ക് ആ ബോധ്യതയിലേക്ക് വരാൻ വർഷങ്ങൾ എടുത്തു, അല്ലേ? നമുക്ക് നമ്മൾ ജനിച്ചു വീണപ്പോൾ നമുക്ക് നമ്മളെ അറിയാനും മറ്റുള്ളവരെ അറിയാനും നമുക്ക് ചില വർഷങ്ങൾ എടുത്തെങ്കിൽ, രക്ഷിക്കപ്പെട്ട് ആത്മീയ ശിശുക്കളായി ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന നമ്മൾ ഓരോരുത്തരും പലപ്പോഴും നമ്മൾ ഇത് അറിയുന്നില്ല. നമ്മൾ ആരാണെന്ന്, നമ്മുടെ പദവി എന്താണെന്ന്, നമ്മൾ ഏത് ഭവനത്തിലാ ജനിച്ചു വീണതെന്ന്, നമ്മളിപ്പോ ആരായിരിക്കുന്നു, ഇത് പലർക്കും അറിയത്തില്ല. സ്തോത്രം. കുറേ വർഷങ്ങൾ കഴിയുമ്പോഴാണ്, 5-6 വർഷം കഴിയുമ്പോഴാണ് നമുക്കൊരു ഇതൊക്കെ ലോകത്തെയും മറ്റുള്ളവരെയൊക്കെ മനസ്സിലാകുന്നത്. അതുവരെ അപ്പ അമ്മ എന്നൊക്കെ വിളിച്ചു കാണും. ഒരു വയസ്സൊക്കെ കഴിയുമ്പോ, അല്ലെങ്കിൽ 6 മാസം കഴിയും ബാബ, അമ്മ, പപ്പ എന്നൊക്കെ ചെറിയ രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെയൊക്കെ പറയുമായിരിക്കാം. പക്ഷേ ആ കുഞ്ഞിന് ശരിക്കും എൻ്റെ അപ്പനാണെന്നോ അമ്മയാണെന്നോ എൻ്റെ സഹോദരങ്ങളാണെന്നോ ബന്ധുക്കളാണെന്നോ ഈ ലോകത്തെയൊക്കെ കാര്യം മനസ്സിലാക്കാൻ ചില വർഷങ്ങൾ എടുത്തതുപോലെ ആത്മീയതയിൽ ആത്മീയ ശിശുക്കളായി ആത്മലോകത്തിൽ പിറന്നു വീണ നമുക്ക് പലപ്പോഴും വർഷങ്ങൾ ചിലപ്പോ ഇതിനെക്കുറിച്ച് അജ്ഞരായിരിക്കാം. പള്ളിയിൽ പോകുമായിരിക്കാം, കൈയടിക്കുമായിരിക്കാം, പാട്ടുപാടുമായിരിക്കാം, വചനം അറിയാതിരിക്കാം. പക്ഷേ ദൈവവുമായി, ആത്മലോകവുമായി, ദൈവരാജ്യവുമായി പലപ്പോഴും നമുക്ക് വേണ്ട രീതിയിൽ ഒരു ബന്ധമില്ലാതെ ജീവിക്കാം. ആരൊക്കെയോ പറയുന്നത് കേട്ട്, ആരൊക്കെയോ എന്തൊക്കെയോ നമ്മളോട് ഇങ്ങനെ ഉപദേശിച്ചു തരുന്നതിനനുസരിച്ച് നമ്മൾ ആരുടെയൊക്കെയോ തണലിലും ആരുടെയൊക്കെയോ താങ്ങലിലും നമ്മൾ നിന്നു പോവുകയാണ്. അല്ലാതെ ആരൊക്കെ നമ്മെ വിട്ടുപോയാലും, ലോകം മുഴുവനും നമുക്ക് പ്രതികൂലമായാലും, യേശുവിൽ അടിയുറച്ച, ഇല്ലെങ്കിൽ ഒരു ഉത്തമ ദൈവ പൈതലായി, ധൈര്യത്തോടെ, ആരൊക്കെ ദൈവത്തെ വിട്ടുപോയാലും, ദൈവത്തെ ആരൊക്കെ അവിശ്വസിച്ചാലും, ഒരിക്കലും അവിശ്വസിക്കാതെ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിച്ച് നമുക്ക് പോകാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായി ദൈവത്തിൽ നിന്ന് ചില അനുഭവങ്ങൾ വേണം. സ്തോത്രം. ഹല്ലേലൂയ. അതിന് ചില വർഷങ്ങൾ, ചിലപ്പോൾ ചില നാളുകൾ എടുത്തെന്ന് വരാം. ഹല്ലേലൂയ. കഴിഞ്ഞ 36 വർഷങ്ങളെ എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ ഓരോ നാളുകൾ കഴിയും തോറും പുതിയ പുതിയ അനുഭവങ്ങൾ ദൈവം തന്നുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ആദ്യം ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല പിന്നത്തേതിൽ വന്നപ്പോൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇതുപോലെ ആത്മീയതയിൽ ഇതുവരെയും നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്തത്, മനസ്സിലാക്കാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ. അത് ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് അത് തനതായി നമുക്ക് തരാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അടുക്കുകയും ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ഭൗതിക കാര്യങ്ങൾ, ലോകത്തിലെ പല വിഷയങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ തലമുറകളുടെ വിഷയങ്ങൾ, ആവശ്യങ്ങൾ എല്ലാം നമുക്കിങ്ങനെ ഒരു ഭാരമായിട്ട് നിൽക്കും. നമ്മൾ അതിനെയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും നിലവിളിച്ചും ഉപവസിച്ചൊക്കെ നമ്മുടെ വിശ്വാസം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇതൊരു വലിയ ഭാരമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. പക്ഷെ ക്രിസ്ത്യ ജീവിതം ഒരിക്കലും ഭാരമുള്ളതല്ല. നമ്മൾ ഈ ലോകത്തിൽ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടാനോ നിരാശപ്പെടാനോ ചിന്തിച്ച് വ്യാകുലപ്പെടാനോ ഉള്ളവരല്ല. നമ്മളിൽ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി നമ്മളിൽ നടക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം നമ്മളിൽ നടക്കും. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ദൈവങ്ങളോട് പറയാം. നമ്മള് ഈ പിശാചിനെ നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ പറയും, അല്ലേ? സ്തോത്രം. പൈശാചിക പോരാട്ടം, ബന്ധനം, പ്രതികൂലം ഇല്ലെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ദൈവത്തിന്റെ ഒരു പൈതലായി, ദൈവത്തിന്റെ ആ പ്രോപ്പറായിട്ട് നമ്മൾ ആ വചനപ്രകാരം വിശ്വസ്തയോടെ വിശുദ്ധിയോടെയാണ് നമ്മൾ ദൈവത്തെ സേവിച്ചു പോകുന്നതെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ കർത്താവ് മതി. സ്തോത്രം. നമുക്ക് ഒരു ദോഷവും വരത്തില്ല. ദൈവമക്കൾ വന്നാലും അത് നന്മയ്ക്കായിരിക്കും. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കാണ്. നിങ്ങൾക്ക് രോഗം വന്നാൽ അത് നന്മയ്ക്കാണ്. നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ നന്മയ്ക്കാണ്. നിങ്ങളുടെ ജോലിയിൽ ഒരു പ്രശ്നം വന്നാൽ അത് നന്മയ്ക്കാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെച്ചോ, അത് നന്മയ്ക്കാണ്. കാര്യം നിങ്ങൾ ദൈവമക്കളാണ്.
കാരണം നിങ്ങൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ പഠിപ്പിച്ച് ദൈവത്തിന്റെ ആ പ്രോപ്പർ ചാനലിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ ദൈവം ചിലപ്പോൾ നിങ്ങളെ അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നതാണ്. അതുകൊണ്ട് ദൈവമക്കൾ ഒന്നിലും ഭാരപ്പെടേണ്ടതായിട്ടില്ല. ദൈവമക്കൾ എല്ലാറ്റിനും സ്തോത്രം ചെയ്താൽ മതി. സ്തോത്രം. നിങ്ങൾക്ക് നേരിടുന്നതിലെല്ലാം നിങ്ങൾ സ്തോത്രം പറഞ്ഞ് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നന്മയല്ലാതെ ഒരുത്തിനെയും നിങ്ങൾക്ക് വരില്ല. കാരണം എന്നറിയോ, ദൈവത്തെക്കാൾ ശക്തൻ ലോകത്തിൽ ആരുമില്ല. പിശാച് ശക്തിയുള്ളതെന്ന് പറഞ്ഞാലും നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സാത്താൻ അലറുന്ന സിംഹം എന്ന പോലെയാണ്, എന്നാൽ യഹൂദ ഗോത്രത്തിലെ സിംഹം നമ്മുടെ കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ യഥാർത്ഥമായി നമ്മുടെ കർത്താവിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങൾ ആശ്രയിക്കുന്നെങ്കിൽ ഒരു ദോഷവും നമുക്ക് വരില്ല. സ്തോത്രം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ, ഞാൻ ദൈവമക്കളെ, ഒരു ദൈവദാസൻ എന്ന നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുക. നിങ്ങൾക്കൊരു പ്രശ്നം ഇന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നം വന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ചിലപ്പോൾ നിങ്ങൾ പാപം ചെയ്തിട്ടായിരിക്കണമെന്നില്ല. എന്നാൽ ചിലപ്പോൾ പാപം ചെയ്തത് നിമിത്തവും വരാം. സ്തോത്രം. നമ്മൾ ദൈവത്തെ അനുസരിക്കാത്തത്, വചനം അറിഞ്ഞിട്ട് വചനം അനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ വരും. അത് ദൈവം അനുവദിക്കും. എന്തിനെന്നറിയോ? ദൈവം തന്റെ മക്കളെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്ന ഏത് മകനെയും അവൻ ശാസിക്കും, അവൻ ശിക്ഷിക്കും. അതുകൊണ്ട് ദൈവം നമ്മെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ മുഷിഞ്ഞു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ഈ അപ്പനാണെങ്കിൽ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ എന്തുണ്ട്? ശിക്ഷയുണ്ട്. നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളിലേക്ക് പോകുമ്പോൾ നമ്മളൊരു ചെറിയ ശിക്ഷ ആയിരുന്നെന്താ? നമ്മൾ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ ചൊവ്വയുള്ള പാതയിൽ നമ്മെ നടത്തുന്നതാണ്. അതുകൊണ്ട് മക്കളെ, ദൈവമക്കളെ, നമ്മൾ ആരും എന്ത് ചെയ്യരുത്? മുഷിഞ്ഞു പോകരുത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷമൊന്നും അല്ല കേട്ടോ. നമുക്ക് കുറെ കണ്ണുനീരും വേദനയും പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷേ ദൈവമക്കൾ എന്നുള്ള ഉറപ്പിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അതിലും നിങ്ങൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് കേട്ടോ. സ്തോത്രം. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമാവട്ടെ, ഹല്ലേലൂയ, ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥതയോടെ പറയുക, ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയം അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം ദൈവം ചരിത്രത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാലോ, ഈ പഴയ നിയമമൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും പുതിയ നിയമമൊക്കെ പഠിക്കുമ്പോഴും ദൈവം ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ആ ജനത്തെ ദൈവം എന്താ ചെയ്തത്? അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ദൈവം തക്കതായ ഒരു ശിക്ഷ കൊടുക്കും. ആ ശിക്ഷയൊന്നും അവർക്ക് അത്ര സുഖമുള്ളതായിരുന്നില്ല. സ്തോത്രം. നല്ല ശിക്ഷകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അത്രമാത്രം ദൈവരെ സ്നേഹിച്ചതുകൊണ്ടാണ്. സ്തോത്രം. അതുകൊണ്ടൊക്കെയാണ് ഇവരുടെ ഈ സാമ്പത്തികമായ മണ്ഡലം അല്ലെങ്കിൽ ഭൗതിക മണ്ഡലത്തെ എല്ലാം ദൈവം ബാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ തെറ്റ് ചെയ്താൽ മഴ പെയ്യത്തില്ല. മഴ പെയ്തില്ലെങ്കിൽ അവിടെ കൃഷി നടക്കത്തില്ല. കൃഷി നടന്നില്ലെങ്കിൽ ആഹാരം കിട്ടത്തില്ല, ക്ഷാമം വരും. ഇതുപോലെ നമ്മളുടെ അനുസരണക്കേടിൽ ദൈവം നമുക്ക് ചിലപ്പോൾ ക്ഷാമങ്ങളും ചിലപ്പോൾ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ദൈവം കൊണ്ടുവരും. നമുക്കറിയാം, തുള്ളനെ ദൈവം അയക്കും, വെട്ടുകിളി അയക്കും, പച്ചപ്പുഴുവിനെയും വിട്ടിട്ട് ദൈവം അയക്കുന്നത് എന്തിനാണ്? സ്തോത്രം. ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുക. അതുകൊണ്ടാണ് യോബേൽ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ച എന്റെ സൈന്യമായ വെട്ടുകിളി. അപ്പൊ ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചെന്നാണ്, അല്ലേ? അപ്പൊ ദൈവമാണ് ഇതൊക്കെ പ്രവർത്തിക്കുക. ദൈവമാണ് എല്ലാത്തിൻ്റെയും കർത്താവ്, നാഥൻ. ദൈവത്തിന്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്, അല്ലാതെ പിശാചിന്റെ കയ്യിലൊന്നുമല്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഒരു ദൈവ പൈതൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പിശാചാണ് പ്രവൃത്തി ഞാൻ ചിന്തിക്കാറില്ല. കാര്യം എന്താണെന്നറിയാം? എൻ്റെ കാലഗതികളെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. സ്തോത്രം. ഞാൻ എന്ത് തിന്നണം, ഞാൻ എന്ത് കുടിക്കണം, ഞാൻ എന്ത് എടുക്കണം, ഞാൻ എവിടെ പോകണം, ഞാൻ എന്തായിരിക്കണം, ഇതെല്ലാം അപ്പന്റെ പദ്ധതിയിലുള്ളതാ ദൈവമക്കളെ. അത് ഒരിക്കലും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല. നമ്മളൊക്കെ ചിലതൊക്കെ മനക്കോട്ട കെട്ടിയിട്ടുണ്ടാകാം, പക്ഷേ നമ്മൾ അതിനെ വച്ച് ഇങ്ങനെ തന്നേ പറ്റുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പ്രാർത്ഥിച്ചൊക്കെ പ്രാപിച്ചതൊക്കെ നമുക്ക് പിന്നെ കണിയും കൊടുക്കുമായിട്ടുണ്ട്, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. തരണേ കർത്താവേ, തരണേ, ഇത് തന്നെ തരണേ എന്നൊക്കെ പറഞ്ഞത് കിട്ടിയതൊക്കെ നമുക്ക് വേദനയും ദുഃഖമായിട്ടില്ലേ? പക്ഷെ ദൈവത്തിന്റെ കരങ്ങൾ, ദൈവമേ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ഏതെങ്കിലും നമുക്ക് ഭാരമായിട്ടുണ്ടോ? സ്തോത്രം. അല്പം വൈകിയാണ് വന്നതെങ്കിലും, അല്പം പ്രയാസമൊന്ന് ആദ്യം തോന്നിയെങ്കിലും, ഞാൻ ചിന്തിച്ചതല്ലല്ലോ ഇത് അന്ന് ചിന്തിച്ചെങ്കിലും, ഇന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും, സ്തോത്രം, എന്റെ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ അതുണ്ടായിരുന്നത് കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് എനിക്ക്
യിൽ നിൽക്കാൻ പോലും കഴിഞ്ഞത് അപ്പന്റെ പദ്ധതിയിലൂടെ ദൈവം നമ്മെ നടത്തുന്നത് കൊണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കണമെങ്കിൽ ദൈവം എന്ത് ചെയ്യായിരുന്നു? നമ്മളങ്ങ് കയറഴിച്ചു വിടായിരുന്നു. നമ്മളെ ഇന്ന് മുൻപും പിൻപും അടച്ച് കൈ ഭാരമായി വെച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം, ഹല്ലേലൂയ, ദൈവം നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. 66-ാം സങ്കീർത്തനത്തിൽ പറയും പോലെ, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിപ്പിക്കുന്നെങ്കിൽ, അവൻ നമ്മുടെ മുതുകത്തൊരു ഭാരം വയ്ക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അവൻ വെള്ളത്തിലും തീയിലും കൂടി നമ്മെ കടത്തുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇതിന്റെ എല്ലാം പുറകിൽ മനുഷ്യരെ തലമേൽ കയറി ഓടിച്ചതും വലയിൽ അകപ്പെടുത്തിയതും മുതുകത്ത് ഭാരം വെച്ചതും തീയിലും വെള്ളത്തിലൂടെ കടന്നതിന്റെ ഒക്കെ പുറകിൽ ദൈവം അയച്ച ചില അവസ്ഥകളാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ. ഞാൻ പറയട്ടെ, നമ്മൾക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും തന്ന് നമ്മെ നശിപ്പിക്കാനല്ല ദൈവത്തിന്റെ പദ്ധതി. സ്തോത്രം. ഇസ്രായേൽ മക്കളെ കുറിച്ചൊക്കെ പറയുന്നത്, ഇവര് ഒത്തിരി അനുസരണക്കേട് കാണിച്ചു കേട്ടോ. അനുസരണക്കേട് കാണിച്ച ഇസ്രായേലിനെ 40 വർഷം ദൈവം ചുമന്നു. അവരുടെ കാലിലെ ചെരുപ്പ് തേയാതെയും വസ്ത്രം ജീർണിച്ചു പോകാതെയും, അവർ വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം കൊടുത്തു, ആഹാരം ചോദിച്ചപ്പോൾ ആഹാരം കൊടുത്തു, മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലൂടെ ഒക്കെ ദൈവം നടത്തി കേട്ടോ. പക്ഷേ അവരിൽ മിക്കപേരിലും ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ലെന്നറിയും. ആ ജനത്തോട് ദൈവത്തിന് നീരസം ഉണ്ടായിരുന്നു. ഇന്നും ദൈവത്തിന്റെ നീരസത്തിലൂടെ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ അവർ ചോദിക്കുമ്പോഴേക്ക് അവർക്ക് ചിലപ്പോൾ ചിലത് കിട്ടുമായിരിക്കാം. പക്ഷേ നമുക്ക് എന്തെങ്കിലും കിട്ടിയെന്ന അടിസ്ഥാനത്തിൽ, ലോകപ്രകാരമുള്ള നന്മയുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമ്മുടെ ആത്മീയത വിലയിരുത്തരുതേ. സ്തോത്രം. ഞാൻ അതിന് പറയും, ഈ ദൈവരാജ്യത്തിൽ പോകാൻ യോഗ്യത ഉണ്ടായിരുന്ന ലാസറിന് തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലാതെ അവൻ ആ ധനവാന്റെ മേശയുടെ കീഴിൽ വീണ അപ്പനുറുക്കുകൾ കൊണ്ടാ ജീവിച്ചേ. ഭക്തനാണ്. നമ്മൾ പറയും അവന്റെ ഭക്തി കേടുകൊണ്ടോ ഇല്ലെങ്കിൽ അവൻ വിശുദ്ധി കുറവായോണ്ടായിരിക്കും അവൻ ഈ അവസ്ഥയിൽ കിടക്കുന്നതെന്ന്. ഒരിക്കലും അല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ചു ദിനം പ്രതി സുഖം അനുഭവിച്ച ആ ധനവാനായ മനുഷ്യൻ എവിടെയാ പോയത്? അതുകൊണ്ട് ലോകപ്രകാരം കിട്ടുന്ന നന്മയുടെ അടിസ്ഥാനത്തിൽ സ്വർഗത്തെ വിലയിരുത്തരുത്. ഇസ്രായേൽ മക്കൾക്ക് 40 വർഷവും മരുഭൂമിയിൽ അവർക്ക് ഒരു കുറവും ഇല്ലായിരുന്നു. പക്ഷേ അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ കൊന്നുകളഞ്ഞു ദൈവം, അവരെ നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് നമ്മൾ ലോകപ്രകാരം ഈ ലോകത്തിലേതായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട സമയം, ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കേണ്ട സമയം, പ്രാർത്ഥിക്കേണ്ട സമയം, ഉപവസിക്കേണ്ട സമയം, ദൈവവുമായി ബന്ധപ്പെടേണ്ട സമയം, സുവിശേഷത്തിന് പങ്കാളികളാകേണ്ട സമയം, നമ്മൾ ലോകത്തിന്റെ കാര്യത്തിന് വേണ്ടി ഓടി നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയോ ഇല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണ്ടിയോ ധനസമ്പാദനത്തിന് വേണ്ടി ലോകത്തിന്റെ പ്രൗഢികൾക്ക് വേണ്ടി ഓടരുത് ദൈവമക്കളെ, ഓടരുത്. നമുക്ക് എല്ലാം ധാരാളം അനുഭവിക്കാൻ തരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം. ആ ദൈവം നമ്മൾ ഒരിക്കലും കൈവിടില്ല, ഉപേക്ഷിക്കുകയില്ല. ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം. സ്തോത്രം. നിങ്ങൾക്ക് ദൈവം ഉണ്ണാനും ഉടുപ്പാനൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് സ്തോത്രം പറഞ്ഞിട്ട്, കർത്താവേ സ്തോത്രം, ഇനി ഒറ്റ കാര്യമുള്ളൂ, അവിടുത്തെ വരവിൽ എനിക്ക് എടുക്കപ്പെടണം. സ്തോത്രം. ആ ദൈവരാജ്യം എനിക്ക് നഷ്ടപ്പെടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ ചിന്തിക്കുന്നത് 4 പേരുടെ മുമ്പിൽ ഞാൻ ഈ നേടിയ നേട്ടങ്ങൾ വെച്ചിട്ടാണ് എന്നെ ദൈവം അനുഗ്രഹിച്ചെന്ന് കാണിക്കണമെന്നാണ്. അല്ല, അല്ല. നിങ്ങൾക്ക് നമ്മുടെ ലോകം ഐഹികമല്ല ദൈവമക്കളെ. ഈ ലോകമല്ല നമുക്ക്, ഇവിടുത്തെ പ്രൗഢിയല്ല നമുക്ക് ആവശ്യം. സ്തോത്രം. ഹല്ലേലൂയ. ആമേ. യേശു പഠിപ്പിച്ചില്ലേ? ആമേ. കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാത്ത, ആമേ, തുരുമ്പെടുക്കാത്ത ആമേ ആ രാജ്യത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിക്ഷേപങ്ങളെ ഒരുക്കണം. നമ്മൾക്ക് ഇവിടെ അല്പകാല ജീവിതമാണ്. എപ്പോഴാണ് നമ്മുടെ ജീവിതം ഇവിടെ നിന്ന് അവസാനിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. സ്തോത്രം. ഇന്ന് നമ്മളിതാ കണ്ടു, നാളെ നമ്മൾ എത്ര പേര് കാണും നമുക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് നിശ്ചയമില്ലാത്ത ധനത്തിന് വേണ്ടിയല്ല, നമുക്ക് ധാരാളം അനുഭവിക്കാൻ തരുന്ന ദൈവത്തിൽ ആശ്രയിക്കാനും വരുംകാലത്തേക്ക് ഒരു നല്ല അടിസ്ഥാനം ഇട്ടുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് നയിക്കണം. ഹല്ലേലൂയ. അമ്മേ, നമുക്ക് ഇന്ന് ആത്മീയ അനുഭവങ്ങൾ ദൈവദത്തമായി ലഭിച്ചവർ വളരെ വിരളമാണ്. പുതിയ തലമുറയ്ക്കൊന്നും അനുഭവങ്ങൾ കുറവാണ്. സ്തോത്രം. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞവർക്ക് വാക്കുകൊണ്ട് പറയുന്നതിലല്ല രക്ഷ. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നമ്മൾ കരയണം. യേശു അങ്ങനെയല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും നിങ്ങൾ കരയണം. സ്തോത്രം. എന്നെ ചൊല്ലി നിങ്ങൾ കരയേണ്ടെന്നാ യേശു പഠിപ്പിച്ചത്.
കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ വെളിപ്പാട് കിട്ടാൻ, ഈ ദർശനം കിട്ടാൻ, ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് നമ്മുടെ തലമുറകൾ വരാൻ. ഹല്ലേലൂയ. അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന പണം കൊണ്ട് അവർക്ക് ദൈവരാജ്യത്ത് എത്താൻ പറ്റില്ല. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സൗകര്യങ്ങൾ കൊണ്ട് അവർക്ക് എത്താൻ പറ്റില്ല. ഹല്ലേലൂയ. അവർക്ക് നമ്മൾ കൊടുക്കുന്ന വിശ്വാസം, നമുക്ക് ദൈവവുമായുള്ള ബന്ധം, ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസം നമ്മുടെ തലമുറകൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, പിൻപറ്റണം. പ്രിയമുള്ളവരെ, ആമേ പറയണം. എൻ്റെ അപ്പൻ സമ്പാദിച്ച് ഏറ്റവും വലിയ ഞങ്ങളെ ആത്മീയ സമ്പന്നരാക്കി. എൻ്റെ അമ്മ ഞങ്ങളെ ആത്മീയ സമ്പന്നയാക്കി. ഹല്ലേലൂയ. അമ്മയുടെ കരച്ചിൽ എനിക്ക് പറയാൻ കഴിയും. എൻ്റെ അമ്മ കൊച്ചു പ്രായത്തില് CSI പോകുന്നെങ്കിലും എൻ്റെ അമ്മ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. എന്ത് പ്രാർത്ഥനയെന്നറിയോ? കർത്താവേ, എൻ്റെ 5 മക്കളെയും അങ്ങ് വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ വേലയ്ക്കായി നീ അവരെ തിരഞ്ഞെടുക്കണേ. എൻ്റെ അമ്മ അങ്ങനെ കിടന്ന് ചങ്കുകുട്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പല ആവർത്തി എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ അമ്മ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയോ? ഒരുവരെങ്കിലും ദൈവത്തിന്റെ വേലയ്ക്കായി തിരഞ്ഞെടുത്ത ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി പറയുക, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഒരു ആത്മാർത്ഥ പ്രാർത്ഥന നടത്തുമെങ്കിൽ എൻ്റെ ദൈവം, ഹല്ലേലൂയ, ഈ ദൈവം എങ്ങനെയാണെന്നറിയോ? വചനം പറയുന്നത്, യഹോവയെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമയസ്ഥനാണ്. സ്തോത്രം. നമ്മുടെ ദൈവം സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്കാണ് സമയസ്ഥൻ. ഹല്ലേലൂയ. ദൈവത്തോട് അടുക്കുക. നമുക്ക് മനുഷ്യരോടൊക്കെ എന്താണ്? ദൈവത്തോട് അടുക്കുമ്പോൾ നമുക്ക് ഒരു വക്രതയും വെച്ചുകൊണ്ട്, ഒരു കോട്ടവും വെച്ചുകൊണ്ട് തമ്പുരാന്റെ അടുക്കൽ എത്താൻ പറ്റില്ല. പ്രിയമുള്ളവരെ, നമുക്ക് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ ഞാൻ അറിഞ്ഞു വന്നിട്ടും എത്രയോ കഷ്ടതകളിലൂടെ, വേദനയിലൂടെ, ശോധനയിലൂടെ കൊണ്ടുപോയാണ് എന്നെ ദൈവം ഇന്നും ഈ കൃപയെ നിർത്തിയിരിക്കുന്ന അറിയോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കഷ്ടതയോ പ്രയാസം ഇപ്പൊ വച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൃപയിൽ വേണമെന്നുള്ളത് കൊണ്ടാണ് ഇവര്. സ്തോത്രം. നമുക്കെല്ലാം അങ്ങ് സുതാര്യമായി എല്ലാം ഒരു കുഴപ്പമില്ലാതെ നമ്മളങ്ങ് പോയാലില്ലേ, കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഈ ലോകത്തിൽ എല്ലാവർക്കും ഇല്ല കേട്ടോ, എല്ലാവർക്കും ഇല്ല, എല്ലാവർക്കും കഷ്ടതയൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമൊക്കെ കഷ്ടതയുണ്ട്. അത് വേറെ ഒന്നിനു വേണ്ടിയല്ല, ഇത് ഇടുക്കുവാതിലായതുകൊണ്ടാണ്. ഈ ഇടുക്കുവാതിലൂടെ പോകുമ്പോൾ മറ്റുള്ളവരെ പോലെ നമുക്ക് നെഞ്ചി കാണിച്ച് നമുക്ക് തലയുയർത്തിയൊന്നും ചിലപ്പോൾ പോകാൻ പറ്റില്ല. വളരെ താഴ്മയോടെ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പാസ്റ്റർ ജോസ് ജി തേവലക്കര, അദ്ദേഹത്തിന്റെ സൗമ്യമായ, അദ്ദേഹത്തിന്റെ ആ എളിമ ഒക്കെ എന്നെ വളരെ സന്ദർശിച്ചിട്ടുണ്ട്. നല്ല ജീവിതാനുഭവമുള്ള കർത്താവിന്റെ ദാസനാണ്. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതം, പ്രൈസ് ദി ലോർഡ്, അനുകരിക്കാൻ കൊള്ളാകുന്ന, മാതൃകയാക്കാൻ കൊള്ളാം. നല്ല നമുക്ക് ഇതുപോലെ നമുക്ക് പറയാൻ, നമ്മളെ കണ്ട് നല്ല അനുഭവങ്ങൾ മറ്റുള്ളവർ പറയാൻ, നമ്മുടെ വീട്ടുകാർ പറയാൻ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ സഭയിലുള്ളവർ പറയാൻ പ്രിയമുള്ളവരെ നമുക്കിടയായി തീരണം. നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ നമുക്ക് നല്ല ജീവിതം കൊണ്ട് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തണം. രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ക്രിസ്തുവിന് നമ്മൾ സൗരഭ്യവാസനയായിരിക്കണം. ജീവിതമില്ലാത്തൊരു ക്രിസ്തീയ ജീവിതത്തിലേക്കല്ല ദൈവം നമ്മെ വിളിച്ചത്. നമ്മൾക്ക് ജീവിതമുണ്ട് ഇതിനകത്ത്. ക്രിസ്തീയ ജീവിതം എന്നാണ് പറയുന്നത്. ക്രിസ്തീയ വിശ്വാസം ആണെങ്കിലും ഇതൊരു ക്രിസ്തീയ ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസ ജീവിതം, ക്രിസ്തീയ വിശ്വാസം ക്രിസ്തീയ ജീവിതമാണ്. അത് ജീവിതമായി നമുക്ക് വെളിപ്പെടുത്താൻ, ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ നമുക്ക് കഴിയട്ടെ. സ്തോത്രം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകി. അങ്ങനെ തന്നെ നാമാണ്, അതിന് ഒരു സംശയമില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വെളിപ്പെടുമ്പോൾ നാം അത് വെളിപ്പെടും. ആ ഒരു സുദിനത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് ദൈവരാജ്യം നഷ്ടപ്പെട്ടാലേ പിന്നെ നമ്മൾ ഈ ഓടിയത് അധ്വാനിച്ചതെല്ലാം പ്രതാപം. പലർക്കും ഇന്ന് ദൈവരാജ്യം ഒന്നും ഒരു വിഷയമല്ല. ഈ ദൈവരാജ്യത്തെ കുറിച്ച് കേൾക്കാനും ആർക്കും ഇഷ്ടമില്ല. ഈ ദൈവരാജ്യം പ്രാപിക്കണമെങ്കിൽ അത്ര ഈസി ഒന്നും അല്ല, അതിന് ഇച്ചിരി വില കൊടുക്കണം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലനൊക്കെ ചെയ്തതുപോലെ സകലവും ചവറുമായിട്ടാണ് പ്രിയമുള്ളവര്. ഇന്ന് നമ്മൾക്ക് മാതൃക കാണിച്ചുതരാൻ ഇതുപോലെ എത്ര അപ്പോസ്തലന്മാരുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. എല്ലാവരും പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, 4 പൈസ ഇല്ലെങ്കിൽ, 4 കാശില്ലെങ്കിൽ ആരും നമ്മളെ മാനിക്കില്ല. അതുകൊണ്ട് പണം ഒരു വിഷയം, എല്ലാവരും അതിൻ്റെ പുറകില്ല. സ്തോത്രം. ഞാൻ പറയുന്നത് പണമല്ല, ചിലപ്പോ
പണത്തിന് നമ്മെ വിടിയിക്കാൻ കഴിയാത്ത അനേക വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ധാരാളം വ്യക്തി ജീവിതങ്ങളെ അറിയാം. ഇഷ്ടംപോലെ പണമുണ്ട്, പക്ഷേ അവരുടെ കുടുംബത്തിനകത്ത് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഓ ഹല്ലേലൂയ, പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത വിധത്തിൽ. ദൈവമക്കളെന്നാ പറയുന്നത്, പെന്തക്കോസ്തുകാരെന്നാ പറയുന്നത്. ആമേ, പെന്തക്കോസ് കൂട്ടായ്മയിൽ പോകുന്നവരാ, അന്യഭാഷ പറയുന്നവരാ. പക്ഷേ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമ്മള് പള്ളിയിൽ പോയത് കൊണ്ട് ആയില്ല ദൈവമക്കളെ. നമ്മൾ കൈയടിക്കുന്നതോ അന്യഭാഷ പറയുന്നത് കൊണ്ടൊന്നും അല്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളാണ് നമ്മൾ, ദൈവമക്കളാണ്. സ്തോത്രം. ആ ഒരു ചിന്ത നമ്മളെപ്പോഴും, അത് ആ പദവി. ഞാൻ ഇന്ന് എന്നെ കർത്താവിന്റെ ദാസൻ ഈ ശുശ്രൂഷയ്ക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് കരഞ്ഞു. സ്തോത്രം. ദൈവമേ, എന്നെ അറിയാത്ത ആൾക്കാരോട് ഇന്ന് എനിക്ക് കർത്താവിനെ അഭിസംബോധന ചെയ്യാൻ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം തന്നല്ലോ കർത്താവേ. സ്തോത്രം. യേശുവിനെ എനിക്ക് എവിടെ പറയാനും അവസരം കിട്ടി. ഞാൻ കൂടുതലും തെരുവിലൊക്കെ നിന്ന് പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. യേശുവിനെ എനിക്ക് പരസ്യമായി വെളിപ്പെടുത്താനാണ് ഇഷ്ടം. ഹല്ലേലൂയ. ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് പ്രസംഗിച്ച് ഞാൻ അവരുടെ കൂടെ പോയി നിൽക്കും. ഹല്ലേലൂയ. നമുക്ക് ഈ ലോകത്തിൽ യേശുവിനെ വെളിപ്പെടുത്തണം. എനിക്ക് ഏത് വിധേനയും നമുക്ക് കർത്താവിനെ ലോകത്തിൽ വെളിപ്പെടുത്തണം. അതിന് ഈ അപ്പോസ്തലനായ പൗലോസൊക്കെ എന്താ ചെയ്തത്? അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു, എല്ലാം ഉപേക്ഷിച്ചു. ഇന്ന് ആർക്കും ഒന്നും ഉപേക്ഷിച്ചിട്ട് യേശുവിനെ പിൻപറ്റാൻ ഇഷ്ടമില്ല. എല്ലാം കിട്ടിയതിന്റെ കൂടെ, അതിന്റെ കൂടെ അതുകൂടെ കിട്ടിയാൽ കൊള്ളാം. ഹല്ലേലൂയ. പണ്ട് സൺഡേ സ്കൂൾ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ലാസറിന്റെ ധനവാന്റെ കഥയാ പഠിപ്പിച്ചത്. അപ്പൊ സൺഡേ സ്കൂൾ പിള്ളേരെല്ലാം വളരെ ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒടുവിൽ ഈ സൺഡേ സ്കൂൾ അധ്യാപകൻ ഒരു ഓട്ടർ കോൾ നടത്തി ചോദിച്ചു, നിങ്ങൾ ധനവാനായ ലാസറിന്റെയും ധനവാന്റെയും കഥ നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾക്ക് ഇതിൽ ആരെ പോലെ ആകാനാ ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പൊ പല കുഞ്ഞുങ്ങളും പറഞ്ഞു, ഞങ്ങൾക്ക് ലാസറിനെ പോലെ ആയ ഒരു മിടുക്കനായ ചെറുക്കനുണ്ടായിരുന്നു. ആ മോൻ പറഞ്ഞു, സാറേ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ധനവാനെ പോലെയും മരിച്ചു കഴിഞ്ഞിട്ട് ലാസറിനെ പോലെയാകും. പല ആളുകളുടെയും ചിന്ത ഇതുപോലെയാ പ്രിയരെ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആമേൻ ആഡംബരത്തോടെ സുഖിച്ച് ഒന്നിനും ആമേൻ കുറവില്ലാതെ അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്നാണ് എല്ലാവരും പറയുന്നു. സ്തോത്രം. ഇത് കഴിഞ്ഞിട്ട് അവിടെ ഒരു സീറ്റ് കൂടെ കിട്ടാനാണ് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് ജീവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വഴി വളരെ ഇടുക്കവും ഞെരുക്കമാണ് പ്രിയര്. കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. തണ്ടുവെച്ച പടകും പ്രതാപമുള്ള കപ്പലും ഈ വഴി പോകത്തില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം പൗലോസ് അപ്പോസ്തലനൊക്കെ കാണിച്ച മാതൃകയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യേശു ഉപമകളിലൂടെ പറഞ്ഞ ഒത്തിരി കാര്യമുണ്ട്. ഒരു മനുഷ്യൻ, ദൈവരാജ്യം എന്ന് പറഞ്ഞ എന്താണ്? അത് വയലിൽ ഒളിച്ചു വെച്ച ഒരു നിധിക്ക് തുല്യമാണ്. അതൊരു മനുഷ്യൻ കണ്ടു, എന്നിട്ട് സന്തോഷത്തിൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങിയ. സ്തോത്രം. എന്താണത് ഇന്ന് മനസ്സിലാക്കുന്നത്? ഒരു യജമാന്റെ വയലിൽ കിളയ്ക്കാൻ രാവിലെ ഇറങ്ങിപ്പോയതാ. അവിടെ ചെന്ന് അവൻ കിളച്ചോണ്ട് നിന്ന സമയത്ത് പോച്ചയൊക്കെ മാറ്റി കിളച്ചോണ്ട് നിന്നപ്പോ അവന്റെ തൂമ്പ ചെന്ന് ഏതോ ഒരു ടിക്കനെ ഒരു ആ ശബ്ദം. അവൻ പതുക്കെ മണ്ണ് മാന്തി നോക്കിയപ്പോ നിധിയാ. അവൻ പെട്ടെന്ന് അത് മറച്ചെന്നാ പറയുന്നത്. അത് മറച്ചിട്ടിട്ട് ഓടിച്ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയലിൽ. എന്ന് പറഞ്ഞാൽ എന്താ? ഈ മറച്ചിട്ട് ഇവൻ ഓടിച്ചെന്നത് ആരുടെ അടുത്തായിരിക്കും? ഈ വയലിന്റെ യജമാന്റെ വീട്ടിലായിരിക്കും. അവിടെ ചെന്നിട്ട് യജമാനോട് ചോദിച്ചു, യജമാനെ ആ വയൽ കൊടുക്കുന്നുണ്ടോ? അപ്പൊ യജമാനൻ പറഞ്ഞു, രാവിലെ കിളയ്ക്കാൻ വന്നു, ഇപ്പൊ എന്റെ വയല് പഠിക്കാൻ നിൽക്കുക. ഞാൻ ചോദിക്കുക, ആത്മാർത്ഥയോട് ചോദിക്കുക, ആ വയൽ കൊടുക്കുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, വിചാരിച്ചു കാണും ഒന്നും കൊള്ളാതെ കിടന്നതാ, അങ്ങനെ ഇവന് വലിയ താല്പര്യം കൊടുത്തു കളയാന്ന് ചിന്തിച്ച്. അപ്പോ ഇവൻ കിട്ടുമെന്ന് കണ്ടപ്പോ ഓടി തന്റെ വീട്ടിൽ പോയി കാണും. വീട്ടിൽ ചെന്നിട്ട് ഭാര്യയെ വിളിച്ച് മക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഈ വീട് അങ്ങ് വിൽക്കണം. വീട് വിൽക്കണമെന്ന്? ആ, വീട് വിൽക്കണം. നമുക്ക് നിൽക്കുന്ന 10 കാളയും 15 ആടും ഒക്കെ നമുക്ക് വിൽക്കണം. പിന്നെ മക്കളുടെയും നിന്റെയും ശരീരത്തിൽ കിടക്കണ ആ ഓർണമെന്റ്സ് എല്ലാം, സ്വർണ്ണങ്ങളെല്ലാം തരണം. നമുക്കിതെല്ലാം കൂടെ വിൽക്കണം. അപ്പോ ഇത് വിൽക്കണമെന്ന്. അപ്പോ അദ്ദേഹം പറഞ്ഞു, തനിക്കുള്ളതെല്ലാം വിറ്റു, തനിക്കുള്ളതെല്ലാം വിലപിടിപ്പ് ഉണ്ടെന്ന് തോന്നുന്ന സകലവും താൻ വിറ്റു. മത്തായി സുവിശേഷം
13-ാം അധ്യായം അതിന്റെ 44-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്തിൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ സ്വർഗരാജ്യം എന്ന വയൽ വാങ്ങണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ലോകത്തിൽ മുഴുവൻ നമുക്ക് നഷ്ടപ്പെടും. ചിലപ്പോൾ ഹല്ലേലൂയ. അടുത്ത താഴോട്ട് വായിക്കുമ്പോൾ നല്ല മുത്ത് അന്വേഷിക്കുന്നവർ മുത്ത് വാങ്ങിയും വിറ്റും വന്ന് വില പിടിപ്പുള്ള രക്തങ്ങളായിരുന്നു. വാങ്ങിയും വിറ്റും വന്നപ്പോൾ ഒരിക്കൽ അവന് നല്ല വില പിടിപ്പുള്ള ഒരു മുത്ത് കിട്ടി. അത് കണ്ടപ്പോൾ അവൻ മറ്റു മുത്തുകളെല്ലാം വിറ്റിട്ട് ആ മുത്തിനെ വാങ്ങി. അത് ദൈവരാജ്യം. സ്തോത്രം. ഞാനൊരു കഥ ഇവിടെ പറഞ്ഞിട്ട് വേഗത്തിൽ ഞാൻ എൻ്റെ ടൈം തീർന്നു, ഞാൻ നിർത്തട്ടെ പ്രിയമുള്ളവരെ. ഒരിക്കൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്നു, സ്വർഗരാജ്യം വിൽക്കില്ലേ, ദൈവരാജ്യം വിൽക്കും. ആ മനുഷ്യൻ നോക്കി, ദൈവരാജ്യം വിൽക്കുമെന്നോ? ആ കൗണ്ടറിന്റെ അടുത്തേക്ക് ഈ മനുഷ്യൻ നടന്നു നീങ്ങിയിട്ട് അവിടെ ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ ദൈവരാജ്യം വിൽക്കുമോ? അവര് പറഞ്ഞു, അതെ, ഇവിടെ ദൈവരാജ്യം വിൽക്കും. അതിന് ഞാൻ എന്താണ് തരേണ്ടത്? ആ മനുഷ്യൻ പറഞ്ഞു, നിനക്കുള്ളത് തന്നാ മതി. ആണോ? എനിക്കുള്ളത് തന്നാ മതിയോ? അതെ. അപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം തന്റെ പോക്കറ്റിൽ കൈയിട്ട് പേഴ്സ് എടുത്തു, അതില് ഇരുന്ന പൈസ എടുത്ത് കൊടുത്തു. അപ്പോ ഈ മനുഷ്യൻ ചോദിച്ചു, ഇനി നിന്റെ പേഴ്സിൽ വേറെ പൈസയൊന്നും ഇല്ലേ? ഇല്ല, അത് എനിക്ക് വണ്ടി പെട്രോൾ അടിക്കാനുള്ള പൈസ മാത്രം. അപ്പൊ നിനക്ക് വണ്ടി ഉണ്ടില്ലേ? അത് തരണം. അയ്യോ, പിന്നെ ഞാൻ വീട്ടിൽ അങ്ങോട്ട് പോകും. അപ്പൊ നിനക്ക് വീടുണ്ടില്ലേ? അയ്യോ, പിന്നെ അത് തരണം. അപ്പൊ പിന്നെ എന്റെ ഭാര്യയും മക്കളും എന്ത് ചെയ്യും? ആഹാ, അപ്പൊ നിനക്ക് ഭാര്യയും മക്കളും ഉണ്ടില്ലേ? അതെല്ലാം തരണം. എന്നാലേ ദൈവരാജ്യം കിട്ടും. സ്വർഗരാജ്യ നിമിത്തം വീടോ വയലോ ഭാര്യയോ മക്കളെയോ സഹോദരങ്ങളെയോ സഹോദരിമാരെയോ സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാത്തവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, യേശുവിനെ അനുഗമിക്കുന്നത് ചെറിയ രീതിയിൽ പറ്റത്തില്ല. വില കൊടുക്കണം. ഈസി ആയിട്ട് യേശുവിനെ സേവിക്കാൻ ഇറങ്ങുന്നതുകൊണ്ട് പലർക്കും ഇതൊരു ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. വില കൊടുത്തവർക്ക് നമ്മൾ ഈ പാണ്ടക്കെട്ടുകളെല്ലാം കൂടെ എടുത്ത് തലയിൽ വെച്ച് ഈ ക്രിസ്ത്യ ജീവിതം ഇങ്ങനെ ഏച്ചും പേച്ചും നടക്കാതെ എല്ലാം വിട്ടിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഹല്ലേലൂയ യേശുവിനെ പിൻപറ്റാൻ, ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് തയ്യാറാകാൻ പ്രിയരെ. നമ്മുടെ മുറുകെ പറ്റുന്ന എല്ലാ പാവ സ്വഭാവങ്ങളെയും, നമുക്ക് ഭാരമായി എന്തിനെയെല്ലാം എടുത്ത് തോളിൽ വെച്ചിട്ടുണ്ടോ, നമ്മൾ വേറെ ആർക്കെങ്കിലൊക്കെ വേണ്ടി ചിന്തിച്ച് വ്യാകുലപ്പെട്ടു ഇരിക്കുന്ന അവസ്ഥകളെല്ലാം കളഞ്ഞിട്ട് യേശുക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യമത്രേ പലരും അന്വേഷിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. ഞാൻ ദൈവമക്കളോട് ഇന്ന് രാത്രി പറയുന്നു, നിങ്ങൾ പലർക്ക് വേണ്ടി, പലരിതിനു വേണ്ടി, നിങ്ങളുടെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ആകുലപ്പെട്ടും വ്യാകുലപ്പെട്ടും ചിന്തിച്ചും വല്ലാതെ കുഴഞ്ഞും മറിയാതെ ഇന്ന് രാത്രി നിങ്ങളുടെ ഭാരവും മുറുകെ പറ്റുന്ന എല്ലാ പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി ആ ലക്ഷ്യസ്ഥാനത്ത് ദൈവരാജ്യത്തിലെത്താൻ വേണ്ടി എല്ലാ പാണ്ടക്കെട്ടുകളെയും ഇന്ന് രാത്രി കുടഞ്ഞു കളയാൻ, ഇറക്കി വയ്ക്കാൻ ദൈവമക്കളെ, ദൈവസ്നേഹത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. എന്നെ ഞാൻ ഏൽപ്പിച്ച സമയം ഇവിടെ തീർന്നിരിക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവ് നമ്മെ തുടർന്ന് അനുഗ്രഹിക്കും. എനിക്ക് ഈ അവസരം തന്ന കർത്താവിന്റെ ദാസനോടും എൻ്റെ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്ന, എൻ്റെ അനുഭവങ്ങൾ കേട്ടുകൊണ്ടിരുന്ന സകല ദൈവമക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദിയും വന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാര്യ 2 മക്കളുണ്ട്. എൻ്റെ മൂത്ത 2 മക്കൾ ആൺമക്കളാണ്. 2 പേരും വിവാഹം കഴിഞ്ഞു. മൂത്ത മോന് ഒരു പെൺകുഞ്ഞ് ഈ കഴിഞ്ഞ മാസം 20-ാം തീയതി ജനിച്ചു. സ്തോത്രം. എൻ്റെ ഭാര്യയ്ക്ക് 2 കണ്ണിനും കാഴ്ചയില്ല. അത് ഗ്ലോക്കോമ എന്ന് പറഞ്ഞ രോഗം വന്നിട്ട് വേണ്ട രീതി ട്രീറ്റ് ഒന്നും നടത്തിയ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അവളുടെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി പോയി. ഇപ്പം 100% അവൾ ഡിസേബിൾഡ് ആണ്. എങ്കിലും ഞങ്ങൾ സന്തോഷത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 1 മിനിറ്റ് അധികമായി പോയി, ക്ഷമിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള നല്ല സന്ദേശത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് തന്നെ വെളിപ്പാടുകളിലൂടെ ആകർഷിച്ച ദൈവത്തിൻ്റെ പൈതലാക്കി, ദൈവത്തിൻ്റെ ദാസനാക്കി കർത്താവിൻ്റെ സഭ സ്ഥാപിക്കാൻ കർത്താവ് തൻ്റെ ദാസനെ സഹായിച്ചു. കുടുംബമായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഭാരവും സകല പാപവും
ഭാരവും വിട്ട് കർത്താവ് ഓടാൻ പറഞ്ഞതുപോലെ നമുക്ക് ഓടാം. അങ്ങും ഇങ്ങും നോക്കിയാൽ നമ്മൾ പിന്നിലായി പോകും. നമ്മൾ ആ നിത്യതയിലെത്തണം. പൗലോസ് പറഞ്ഞതുപോലെ എല്ലാം ചപ്പൊന്നും ചവറൊന്നും എണ്ണി പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഹല്ലേലൂയ. ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള വിലപ്പെട്ട കാര്യങ്ങളാണ് ദൈവദാസനിലൂടെ പറഞ്ഞത്. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിലെ വിഷയങ്ങൾക്കുള്ള മറുപടികളാണ് അന്വേഷിക്കുന്നത്. എന്നാൽ അത് താൽക്കാലികമാണ്. 70-80 കൊല്ലത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മുടെ ദർശനം വളരണം, നമ്മുടെ കാഴ്ചപ്പാട് വളരണം, പ്രാർത്ഥന ഉയരണം. അതിലേക്ക് ഈ ദിവസങ്ങൾ നമുക്ക് വീണ്ടും ഫോക്കസ് ചെയ്യാം. നമ്മളെല്ലാം ദൈവമക്കളാണ്, വിഷയമുള്ളവരാണ്, ദർശനവും സ്വപ്നമുള്ളവരാണ്. എന്നാൽ ഒന്നുകൂടെ നമുക്ക് ഉണർന്ന്, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ ഉണർന്നും ഒരുങ്ങിയിരിപ്പീൻ. 2 കാര്യമാണ്. ഉണർന്നിരിക്കണം, ഒരുങ്ങിയിരിക്കണം, അല്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകും. അത് വരരുത്. നമുക്ക് ഒരുങ്ങിപ്പോകാം. ഈ സൂം മീറ്റിങ്ങിൻ്റെയും ഏത് പ്രസംഗത്തിൻ്റെയും ലക്ഷ്യം നമ്മൾ നിത്യതയിലെത്തുക എന്നുള്ളതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ഇന്ന് ശുശ്രൂഷിച്ചുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തോമസ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാമോ? തോമസ് പാസ്റ്റർ. എല്ലാവരും കണ്ണുകളെ അടച്ച് കേട്ട വചനത്തിന് മുമ്പിൽ ദൈവമക്കളാക്കാൻ തന്ന അവകാശവും അധികാരവും ഇന്നിൽ നമ്മൾ നിലനിൽക്കുന്നോ എന്ന് ഒരു പ്രാവശ്യം കൂടെ ശോധന ചെയ്യും. അധികാരം തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അധികാരത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവായ ദൈവം നമുക്ക് എത്ര വലിയ സ്നേഹം നൽകും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ ആലയത്തിന്റെ, അങ്ങ് ദൈവത്തിന്റെ ആലയത്തിന്റെ പുഷ്ടി അനുഭവിച്ച് തൃപ്തരാകേണ്ടതിന് ആലയത്തിന്റെ പുഷ്ടി അനുഭവിച്ച് മക്കൾക്ക് വെച്ചിരിക്കുന്ന ആത്മനദിയുടെ സന്തോഷം പ്രാപിപ്പാൻ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവത്തിന്റെ പക്കല് ജീവന്റെ ഉറവുണ്ടല്ലോ. ഹല്ലേലൂയ. പ്രമാണത്തിന്റെ പ്രകാശത്തിൽ ജീവിക്കേണ്ടതിന് കർത്താവേ ഇന്ന് കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. തന്റെ വിശുദ്ധ ദാസനെ അതിനുവേണ്ടി ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ജയിക്കുന്നവന് കൊടുക്കുന്ന അധികാരമാണല്ലോ ദൈവമക്കൾ. അത് പ്രാപിക്കാൻ നിയോഗിക്കപ്പെട്ട ദൈവജനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, സ്വർഗപിതാവേ, ഹല്ലേലൂയ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. പുത്രത്തിന്റെയും പുത്രിമാരുടെയും അവകാശത്തെ ഉറപ്പിക്കുവാൻ, അധികാരത്തെ ഉറപ്പിക്കുവാൻ ആത്മാവിന്റെ ആലോചന കൊടുത്ത് തന്റെ ഭക്തന് ദർശനം കൊടുത്ത് ദൈവം നിലനിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി ഈ ദിവസങ്ങൾ അധികാരത്തോടെ സുവിശേഷത്തിന്റെ ഹല്ലേലൂയ പ്രകാശത്തെ വെളിപ്പെടുത്തുന്ന അഭിഷേക ദാസനെ പിന്നെയും വെളിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പരിശുദ്ധ പിതാവേ, അധികാരത്തിന്റെ ശുശ്രൂഷ മകനെന്ന അധികാരത്തോട് ദൈവത്തിന്റെ വചനം പ്രസ്താവിപ്പാൻ ദൈവം തന്റെ മകനെ പിന്നെയും ശക്തീകരിക്കണമേ. പുതിയ ദർശനത്താലും പുതിയ ശക്തിയാലും വഴി നടത്തണമേ. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ സംസാരിക്കാൻ തുടങ്ങണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തില് ദാസനെയും തലമുറകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാല ദാസിക്ക് കർത്താവേ, ഹല്ലേലൂയ, കാഴ്ചയുടെ ബുദ്ധിമുട്ടുണ്ടെന്ന് കേട്ടല്ലോ. യഹോവയായ ദൈവത്തിന്റെ കരം വ്യാപരിക്കട്ടെ. ഇപ്പോൾ നിർമ്മിച്ച ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയോ, ആ കരത്തിന്റെ ശക്തിയോ തന്റെ മകളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ആ സംഭവങ്ങളെ സംഭവമാക്കുന്ന ദൈവം, അധികാരത്തിന്റെ വചനം അയക്കുന്ന ദൈവം, അഗ്നിമയ ശക്തി അയക്കുന്ന ദൈവം, ആത്മാവിനാൽ ബലപ്പെടുത്തുന്ന ദൈവം തന്റെ മകളുടെ മേൽ വ്യാപരിക്കുന്ന ഏത് ബുദ്ധിമുട്ടായാലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തില് ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദൃശ്യകരത്തിന്റെ വ്യാപാരം ഇപ്പോൾ സംഭവിക്കട്ടെ.
അത്ഭുതം നടക്കുന്ന ആയുസ്സുദ്ധം. ഹല്ലേലൂയ. ബലഹീനതയെ തികഞ്ഞു വരുന്ന ആ ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസ്ഥികളുടെ മേൽ, സന്ധിയുടെ മേൽ, ഹല്ലേലൂയ, ഞരമ്പുജാടികളുടെ മേൽ, മാംസപേശികളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തില് ഇന്ന് വചനം കേട്ട എല്ലാ ഭവനങ്ങളിലും, എല്ലാ വ്യക്തികളിലും ഈ ശക്തി വ്യാപരിക്കട്ടെ. അത് വിടുതലായി, അത് ദൈവപ്രവൃത്തിയായി തീരുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. തന്ന വചനത്തിനായി സ്തുതിക്കുന്നു. ജീവന്റെ ഉറവിടത്തിൽ സകലതുമുണ്ടല്ലോ കർത്താവ്. ഹല്ലേലൂയ. കഷ്ടം മാത്രമല്ലല്ലോ, കഷ്ടത്തെ അതിജീവിക്കുവാനുള്ള ആനന്ദത്തിന്റെ ശക്തി ഉണ്ടല്ലോ. അത് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ശബ്ദം കേൾക്കുമ്പോൾ സകല ജനത്തിനു മേലും ഇന്ന് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ആരെങ്കിലും രോഗികളായി ശബ്ദം കേൾക്കുന്നെങ്കിൽ അദൃശ്യകരത്തിന്റെ വ്യാപാരം, തേജോമന ദൈവത്തിന്റെ വ്യാപാരം ഇപ്പോൾ ആ വ്യക്തികളിലെ കഴിക്കുകയാണ്. അത് വിടുതലായി, ദൈവപ്രവൃത്തിയായി റൈറ്റ് നൗ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. വചനം തന്ന ദാസനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തില് എന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെ ശുശ്രൂഷ മണ്ഡലങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനെ ലീഡിയുന്ന ദൈവത്തിന്റെ ദാസൻ ജോസഫിനായി സ്തോത്രം ചെയ്യുന്നു. അഭിഷേക ദാസനെ പ്രത്യേക നിയോഗത്താൽ ദൈവം നിലനിർത്തിയിരിക്കുകയാണ് കർത്താവേ. ഈ വരുന്ന കാലങ്ങളിൽ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി അനേക ബലഹീനകളെ, താഴ്വരകളെ, ഹസ്തികൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് വഴി നടത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കടന്ന എല്ലാ അഭിഷേക ദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസിമാരെ ബലപ്പെടുന്നതിനായി സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളുടെ കർത്താവേ, ദേശത്തിന് വേണ്ടി ഇടിവിലിക്കുന്ന ഒരു കൂട്ടമാക്കി തീർക്കുന്നു. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. എല്ലാം നമ്മളെ കൊണ്ട് നിറച്ചാട്ട്. എല്ലാം ദൈവത്തിന് കൃപയ്ക്കായി സ്തോത്രം. ആതൊരു മഹിമയെല്ലാം പിതാവിന് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹവും പരിശുദ്ധനായ പുത്രനായ യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ സ്നേഹവും അനുഗ്രഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഇന്ന് കടന്ന സകല ജനത്തിന് മേലും, വിശേഷാല് ന്യൂമായി ഈ മിഷൻ പ്രവർത്തനത്തിന് മേലും, ഹല്ലേലൂയ വചന സംസാരത്തിന് മേലും, ലോകത്തിലുള്ള എല്ലാ വിശുദ്ധ ഈ സ്വർഗീയ സമാധാന, ഈ സ്വർഗീയ കൃപയും യേശുക്രിസ്തുവിന്റെ വരവരെ ഇരിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ, ആമീൻ. നമുക്ക് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഐശ്വര്യമായ വേദന ശ്രമിച്ച കർത്താവിന്റെ ദാസനുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഈ മീറ്റിംഗിൽ സംബന്ധിച്ച ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും നന്ദി, വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഗോഡ് ബ്ലസ് യു.